ഈ അടുത്ത സമയത്ത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് ഒരു നിമിഷം. സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ D. ഗംഗാധരൻ നായർ അവരെ ക്ഷണിച്ചു കൊടുക്കുന്നു. അധ്യക്ഷനെ അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് P. രാജവൻ പണിക്കരോട് ഈ മന്ദിരോദ്ഘാടനത്തിന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനുമായി എത്തിയ നായർ സർവീസ് സൊസൈറ്റിയുടെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ M. സംഗീത് കുമാർ അവർ, കരിയോഗം രജിസ്ട്രാർ ബഹുമാന്യ ശ്രീ B. V. ശേഖരൻ നായർ അവർ, താലൂക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ഡോക്ടർ P. M. രമാദേവി, യൂണിയൻ സെക്രട്ടറി ശ്രീ G. J. ജയമോഹൻ, പ്രിയമുള്ള യൂണിയൻ അംഗങ്ങളെ, വനിതാ സമാജത്തിൻ്റെ ഭാരവാഹികളെ, കരയോഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികൾ, യൂണിയൻ NSSൻ്റെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ ഉണ്ണികൃഷ്ണൻ അവർ, നമ്മുടെ മുൻ സെക്രട്ടറി ശ്രീ V. K. ചന്ദ്രശേഖരൻ അവർ, പ്രിയമുള്ള സമുദായ അംഗങ്ങളെ, അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ രൂപീകരിക്കപ്പെട്ടിട്ട് 90 വർഷം എത്തുന്നു. 89 വർഷമായി. നാളുകൾ ഏറെയായെങ്കിലും ഒരു യൂണിയൻ ആസ്ഥാനത്തിന് ചേർന്ന ഒരു ഓഫീസ് നിർമ്മിക്കാൻ നമുക്ക് നാളിതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ ഇതിന് തീരുമാനമെടുത്തിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞെങ്കിലും കൊറോണ മൂലമുണ്ടായ ഒരു സ്തംഭനാവസ്ഥ കാരണം മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാലതാമസം നേരിട്ടു. എങ്കിൽ പോലും അതിൽ നിന്ന് മുക്തമായി താലൂക്ക് യൂണിയൻ പ്രവർത്തനവും കരയോഗത്തിൻ്റെ പ്രവർത്തനങ്ങളും സജീവമായതോടുകൂടി നാം വീണ്ടും ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ജില്ലയുടെ ആസ്ഥാനം എന്നുള്ള നിലയിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ താലൂക്ക് യൂണിയന്റെ ഓഫീസ് എന്നുള്ള നിലയിലും അതിന്റെ മഹിമയ്ക്ക് ചേർന്ന തരത്തിലുള്ള ഒരു ഓഫീസ് നമുക്ക് ഇപ്പോൾ നിർമ്മിക്കാൻ സാധിച്ചു. ഈ മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിലും ഈ സമ്മേളനത്തിലും എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. സമയക്കുറവുകൊണ്ട് ഞാൻ ഔദ്യോഗികമായി ആ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ P. രാജഗോപാൽ പണിക്കർ അവരാണ്. ദീർഘകാലം അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ ഭരണസമിതി അംഗമെന്നുള്ള നിലയിലും കഴിഞ്ഞ 6 വർഷമായി യൂണിയൻ പ്രസിഡന്റ് എന്നുള്ള നിലയിലും അദ്ദേഹം ഈ നാട്ടിലെ മുഴുവൻ സമുദായ അംഗങ്ങളിലും സുപരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതികൾ വളരെ സൈലന്റായി നിന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹം എപ്പോഴും നിർവഹിച്ചിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് ചില നിഷ്കർഷകളുണ്ടായിരുന്നു. കടം വാങ്ങി നമ്മുടെ ഓഫീസ് ഹെഡ് ഓഫീസ് പണിയരുത്, നമ്മുടെ താലൂക്ക് ഓഫീസ് പണിയരുത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നേരത്തെ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദർശത്തിന് ഞങ്ങളെല്ലാവരും യൂണിയൻ പ്രസിഡന്റ് ഞങ്ങളെല്ലാം തന്നെ യോജിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അത് നിർവഹിക്കാൻ ഉള്ള സമയമായി. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ശ്രീ P. രാജഗോപാൽ പണിക്കർ അവരെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഇന്ന് നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കാൻ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ NSSന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ M. സംഗീത് കുമാർ അവர்களാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്ന സമയങ്ങളിൽ സമുദായ അംഗങ്ങളെ സംഘടിപ്പിച്ച് ധീരമായ നേതൃത്വം നൽകിക്കൊണ്ട് ഭരണകൂടത്തിന്റെ പല വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള കരുത്ത് കാട്ടിയത് നാം ഒക്കെ പത്രത്തിലൂടെ കണ്ടിട്ടുണ്ടാവാം. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ആദ്യമായി കേൾക്കുന്ന 1995 മിൽമയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. അദ്ദേഹം അന്ന് ഇൻഡസ്ട്രിയലിസ്റ്റാണ്, ഡെവലപ്പറാണ്, അവിടുത്തെ പ്രമുഖ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഏജൻസിയുടെ ഓണറാണ്. പക്ഷേ പിൽക്കാലത്താണ് അദ്ദേഹത്തെ കുറിച്ച് ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ അദ്ദേഹം ചെയ്ത ഒരു സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ചെയ്ത കാര്യങ്ങൾ അതിലേറ്റവും ഭംഗിയായി നമുക്ക് തോന്നിയത് അദ്ദേഹം ഒരു ഗുഡ് നെഗോഷിയേറ്ററാണ് നമുക്ക് മനസ്സിലായത്. തൃശ്ശൂർ തൈക്കാട്ടുമഠം കുടുംബമായിട്ടുള്ള ഒരു ക്ഷേത്രം, ആ തൈക്കാട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവനന്തപുരത്തുണ്ട്. ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം തൈക്കാട്ടുമഠം വിൽക്കാൻ തയ്യാറായപ്പോൾ അത് വാങ്ങാൻ പല വ്യക്തികളും പല സമൂഹങ്ങളും മുന്നോട്ട് വന്നപ്പോൾ, അവർ ചോദിക്കുന്ന തുക കൊടുക്കാൻ തയ്യാറായി വന്നപ്പോൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് ധീരമായ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ നെഗോഷിയേറ്റിംഗ് കപ്പാസിറ്റി കൊണ്ട് തിരുവനന്തപുരം താലൂക്ക് യൂണിയന് അത് സ്വായത്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തിരുവനന്തപുരത്തെ മുഴുവൻ നായർ സമൂഹത്തിനും അഭിമാനകരമായിരുന്നു. അത് നാം അവിടെ ചെല്ലുമ്പം അവിടുത്തെ ഓരോ നായർ സമൂഹവും നായർ അംഗങ്ങളും വളരെ വലിയൊരു നേട്ടമായിട്ട് അത് പറയുമായിരുന്നു. ആനുകാലികമായി ഒരു വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. കേരളത്തിൽ ഒരു സമുദായ സംഘടനയ്ക്ക് ഒരു മിലിറ്ററി സ്കൂൾ നേടിയെടുത്തത്, അതിന്റെ പിന്നിൽ ശ്രീ സംഗീത് കുമാർ അവർ ചെയ്ത സേവനങ്ങൾ, നടത്തിയ ഇടപെടലുകൾ വളരെ വലുതായിരുന്നു. ഏകദേശം 1.5 വർഷം മുമ്പ് എൻ്റെ ഭാര്യ മന്നം മെമ്മോറിയൽ NSS സ്കൂളിലാണ് പഠിച്ചത്. അവരുടെ അലുമിനി മീറ്റിങ്ങിന് ഞാൻ പോകാനിടയായി. അന്ന് അവിടെ പഠിച്ച ആളായിരുന്നു നാവിക സേനയുടെ മേധാവിയായി മാറിയ ഹരികുമാർ. അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകുന്നതിന് വേണ്ടി അവർ സുഹൃത്തുക്കളെല്ലാം അവിടുത്തെ അലുമിനിയെല്ലാം ഒന്നിച്ചു കൂടിയ സമയത്ത്, അവിടെ ചെന്ന സമയത്താണ് അറിഞ്ഞത് ആ സ്കൂളിനെ ഒരു മിലിറ്ററി സ്കൂളായി മാറ്റിയെടുക്കാൻ വേണ്ട ശ്രമങ്ങളിലാണ് ശ്രീ സംഗീത് കുമാർ അവർ എന്നറിഞ്ഞത്. വിജയിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഏതായാലും അത് യാഥാർത്ഥ്യമാക്കി നമ്മുടെ സമുദായത്തിന് അഭിമാനകരമായ രീതിയിൽ ഒരു മിലിറ്ററി സ്കൂൾ NSSന് നേടിയെടുക്കാൻ സാധിച്ചതിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നിസ്സീമമാണ്. അദ്ദേഹത്തിനെ നമുക്ക് ഈ തരുണത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതോടൊപ്പം തിരുവനന്തപുരം താലൂക്ക് യൂണിയന് NSSന്റെ 2 വുമൻസ് ഹോസ്റ്റൽ കൂടാതെ തിരുവനന്തപുരം താലൂക്ക് യൂണിയന് സ്വന്തമായി ഒരു ലേഡീസ് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. അതുകൂടാതെ കൊട്ടാരത്തിന്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്. ഓട്ടിസം ബാധിച്ചതും ദിവ്യാംഗരുമായ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഏറ്റെടുക്കാൻ നേതൃത്വം നൽകിയ ആളുകൂടിയാണ്. ഇന്ന് NSS അത് ഭംഗിയായി ആ സ്പെഷ്യൽ സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നു. അതിന് നേതൃത്വം നൽകിയ ആളുകൂടിയാണ് ശ്രീ സംഗീത് കുമാർ അവർ. ഇങ്ങനെ ഇതിനെല്ലാം ഉപരിയായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നായർ സമുദായത്തിന്റെ ആത്മീയ ആചാര്യനായിരുന്ന ചട്ടമ്പി സ്വാമികൾക്ക് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കണ്ണമ്മൂലയിൽ, തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അത് അദ്ദേഹത്തിന്റെ സ്മാരകവും ഒരു പഠനകേന്ദ്രവുമായി സ്ഥാപിക്കാൻ വേണ്ടി നോട്ടിഫൈ ചെയ്ത ഭൂമി അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നപ്പോൾ അത് അദ്ദേഹത്തിന് ആചാര്യന് അല്ലെങ്കിൽ നമ്മുടെ ചട്ടമ്പി സ്വാമി അവർക്ക് ഉചിതമായ ഒരു സ്മാരകവും പഠന ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കുന്നതിന് വേണ്ടി
തിരുവനന്തപുരം യൂണിയൻ ശ്രീ എം സംഗീത് കുമാർ അവരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ സ്ഥലം വാങ്ങുകയും അവിടെ ക്ഷേത്രം പണിയുകയും അവിടെ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളത് ഓരോ നായർക്കും അഭിമാനിക്കാവുന്നതാണ്. ഇതിനെല്ലാം ഉപരിയായി ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ പിൻഭാഗത്തുള്ള നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥലം ശ്രീ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായുള്ള കാലഘട്ടത്തിൽ സർക്കാർ ഏറ്റെടുക്കാൻ ഒരു ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയപ്പോൾ NSS ആസ്ഥാനത്തിൽ നിന്നും എതിർപ്പുകളുണ്ടായി. അന്ന് അത് വകവെക്കാതെ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം തിരുവനന്തപുരത്തിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന നായർ സമുദായത്തിന് ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ഇത് ഏറ്റെടുക്കാനുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഗവൺമെന്റ് വാണി കൊടുക്കുകയും ചെയ്യാൻ നേതൃത്വം നൽകിയ ആളാണ് ശ്രീ എം സംഗീത് കുമാർ. അതോടുകൂടി ആ ഉദ്യമത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുകയും ആ സ്ഥലം നമുക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്തു. സർക്കാർ നോട്ടിഫൈ ചെയ്യുന്നപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടായി പോയത്. ഇതെല്ലാത്തിനും ഉപരിയായി അടുത്ത കാലത്ത് ശബരിമല വിഷയത്തിൽ ജനറൽ സെക്രട്ടറി എടുത്ത ധീരമായ നിലപാടുകൾക്ക് പുച്ഛിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നാനാഭാഗത്തു നിന്നും വിമർശിച്ചുകൊണ്ട് നടത്തിയ പല അധിക്ഷേപങ്ങൾക്കും മറുപടിയായി ഒറ്റ രാത്രി കൊണ്ട് തിരുവനന്തപുരത്തെ മുഴുവൻ നായർ സമൂഹത്തിനെയും മണനിരത്തിക്കൊണ്ട് ഈ നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സർക്കാരിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണകൂടത്തിലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വാണി കൊടുക്കാനായി ശക്തമായ ഇടപെടലുകളും വാണി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതും കേരളത്തിലെ മുഴുവൻ നായർ സമൂഹത്തിനും അഭിമാനകരമായിരുന്നു. ഇങ്ങനെ ഇന്ന് അദ്ദേഹം കേരളത്തിൽ ഇങ്ങേയറ്റം ഒരു യുവാവ് കടന്നു പോകുന്ന പോലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ യൂണിയന്റെ പ്രവർത്തകർക്ക് സജീവമായി നിലകൊള്ളുകയാണ്. ഇന്ന് വൈകുന്നേരം നമുക്ക് തിരുവനന്തപുരത്ത് പ്രോഗ്രാം ഉണ്ടായിട്ട് പോലും നാം ക്ഷണിച്ചപ്പോൾ കൃത്യമായി ഇവിടെ സമയത്ത് എത്തിച്ചേർന്ന NSSന്റെ ധീര പോരാളിയായ ശ്രീ എം സംഗീത് കുമാർ അവരുടെ ഈ പുരുഷാരങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അടുത്തത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ രജിസ്ട്രാർ ശ്രീ സജൻ സാറിനെയാണ്. അദ്ദേഹത്തിന് ഇതിന് മുമ്പ് നാം കഴിഞ്ഞ വർഷം ഇവിടെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വർക്ക് ഈസ് വർഷിപ്പ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നിശബ്ദനായ പോരാളിയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൽ ഈ സമ്മേളനത്തിൽ കഴിച്ചുകൂടിയതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ചത് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിനായി മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ കേരളത്തിൽ ചടുലമായ നീക്കങ്ങൾ നടത്തുകയും ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിക്കുകയും ചെയ്തതിൽ വലിയ നേതൃത്വം നൽകിയ ആളാണ് ശ്രീ ശങ്കരൻ സാർ. തുടർന്ന് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങളിലെ മികവുകൊണ്ടാവണം ആരാധനായ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനെ ഈ സംഘടനാ ശാഖകളെ ഉത്തേജിപ്പിക്കാനും ഈ സംഘടനാ ശാഖകളെ കാലാനുസൃതമായി പരിഷ്കരിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹത്തിനെ രജിസ്ട്രാർ പദവിയിലേക്ക് നിയോഗിച്ചത്. ഒരിക്കലും ഒരു രീതിയിലും അദ്ദേഹം ഒരു ആത്മപ്രശംസയോ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊരു പുകഴ്ത്തലോ നടത്തിയിട്ടില്ല. എങ്കിലും നാം അറിയുന്നു, ഇന്ത്യയിലെ ഏറ്റവും നല്ല NGO എന്നുള്ള പേരിൽ നബാർഡ് നൽകുന്ന അവാർഡ് 2 തവണ NSS നേടിക്കൊടുക്കാൻ ശ്രീ സജീവൻ സാറിന്റെ നേതൃത്വത്തിന് സഹായിച്ചു. അത് നമുക്ക് അഭിമാനകരമാണ്. വളരെ അധികം സംസാരിക്കുന്ന കൊടുത്തതൊന്നുമല്ല. നമുക്കറിയാം, ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാലും അദ്ദേഹം അധികമൊന്നും സംസാരിക്കില്ല, വേണ്ട കാര്യങ്ങൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വർക്ക് ഈസ് വർഷിപ്പ്. അദ്ദേഹം എപ്പോഴും ജോലിയിലാണ്, എപ്പോഴും തിരക്ക് കാണിക്കുക. അദ്ദേഹത്തിന് നമ്മുടെ ആചാര്യന്റെ ചിത്രം അനാച്ഛാദനം ചെയ്യാനായും ഈ ഉദ്ഘാടന മഹാമഹത്തിൽ പങ്കെടുക്കാനും നമ്മളെയൊക്കെ ആസ്വദിക്കാനുമായി അദ്ദേഹം സമയത്ത് തന്നെ എത്തിച്ചേർന്നു. നമ്മുടെ താലൂക്ക് NSSന് വേണ്ടിയും ഇവിടെ കൂടിയ മുഴുവൻ ജനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിനെ കൃത്യമായി സ്വാഗതം ചെയ്തു. ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കുന്നത് അമ്പലപ്പുഴ താലൂക്ക് NSS വനിതാ സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി PM രമാദേവി അവர்களാണ്. ഈ കരയിലെ മുഴുവൻ കരയോഗങ്ങളിൽ നമുക്ക് കുറച്ച് കരയോഗങ്ങളിൽ 55 ഒരെണ്ണം 54 കരയോഗങ്ങൾ നമുക്കുണ്ട്. ഈ കരയോഗങ്ങളിലെല്ലാം തന്നെ ഏത് പ്രോഗ്രാം ക്ഷണിച്ചാലും സ്ത്രീകളെ സജ്ജമാക്കാൻ
അവരുടെ പ്രിയം ഈ രമാദേവി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള വനിതാ സമാജം എപ്പോഴും ശക്തരാണ്. ഇന്ന് നമ്മുടെ ഇവിടെ ഉദ്ഘാടന കർമ്മങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾക്കും അത് കൃത്യമായി ഇരിക്കുന്നു. അവരെ ഡോക്ടർ PM രമാദേവി അവരുടെ ഈ യോഗത്തിലേക്ക് എല്ലാവരുടെയും സ്വാഗതം ചെയ്തു. യൂണിയൻ സെക്രട്ടറി ശ്രീ GJ ജയമോഹൻ ഈ യൂണിയൻ എത്തിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയുള്ളെങ്കിലും ഈ പ്രവർത്തനങ്ങൾക്ക് വളരെ ഭംഗിയായി നേതൃത്വം നൽകുന്നതിന് അദ്ദേഹത്തിന് നേതൃത്വപാഠം ഉപകരിച്ചു. ഒരിക്കൽ അക്ഷോഭ്യനാണ് എന്നുകൊണ്ട് ഒരാളെ നമ്മൾ പറയുന്നത് എന്തെല്ലാം സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും അവിടെ ഒരിക്കലും ഒരു വായിൽ നിന്ന് ഒരു വർത്തമാനം ദേഷ്യം കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലോ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. വളരെ നിശബ്ദനായി നിന്നുകൊണ്ട് ഒരു ചെറു പുഞ്ചിരോടുകൂടി ഈ പ്രവർത്തനം കുറേ ദിവസമായി കൊടുത്തല്ല അങ്ങനെ രാത്രികളൊക്കെ തന്നെയാണ് നെറുകടി കൊണ്ട് എതിരുണ്ടാവാം. പക്ഷെ അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെല്ലാം നേതൃത്വം നൽകി. അദ്ദേഹത്തിനെ നിങ്ങളുടെ ഏവരുടെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ NSSന്റെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ V ഉണ്ണികൃഷ്ണൻ അവർ അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കുട്ടനാട് യൂണിയൻ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം മുതൽ തന്നെ അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ നിർദ്ദേശങ്ങളും എപ്പോഴും തരികയും നിരന്തരമായ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ്. നമ്മുടെ കരയോഗ പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ കൃത്യമായ നിർദ്ദേശം തന്ന് നമുക്ക് കരയോഗ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ അദ്ദേഹം അമ്പലപ്പുഴക്കാരനാണ്. അമ്പലപ്പുഴയിൽ നിന്നും വിട്ടൊരു ജീവിതം അദ്ദേഹത്തിനൊന്നും തോന്നുന്നില്ല. അമ്പലപ്പുഴയിലെ ഏത് നിൽക്കാൻ പോകുന്ന അദ്ദേഹത്തിന് അറിയാം. അമ്പലപ്പുഴയിലെ താലൂക്കിലെ മുഴുവൻ കരയോഗങ്ങളെയും ഭാരവാഹികളെയും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു തരും. അത്തുകിടക്ക് അമ്പലപ്പുഴ താലൂക്കിനെ അറിയുന്ന ആളാണ് ശ്രീ V ഉണ്ണികൃഷ്ണൻ അവർ. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ദീർഘകാലം ഈ യൂണിയന്റെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് നമുക്ക് കുട്ടനാട് യൂണിയനിൽ നിന്നും പിടിഞ്ഞു പോകുന്നപ്പോൾ നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. കേവലം 10 സെന്റ് സ്ഥലം അന്ന് ഇവിടെ നമുക്ക് ശാലയിൽ കുടുംബം തന്നതും അല്ലാതെ ബാക്കിയുണ്ടായ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയങ്ങളിൽ യൂണിയൻ കമ്മിറ്റി അംഗമായിരുന്നു, യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. നിസ്തൂലമായ സേവനം നൽകിയ ശ്രീ VK ചന്ദ്രശേഖര പ്രവർത്തകർ. അദ്ദേഹം ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് നമ്മുടെ ബിൽഡിങ്ങിന്റെ 90% വർക്കുകളും പൂർത്തിയായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായി കരയോഗങ്ങളെ എല്ലാം തന്നെ ഏകോപിച്ചു കൊണ്ടുപോവുകയും എല്ലാവരുമായും ആത്മബന്ധം പുലർത്തുകയും ചെയ്തിരുന്ന ഒരു സെക്രട്ടറിയാണ്. അദ്ദേഹവും സാന്നിധ്യം കൊണ്ട് ഇന്ന് നമ്മളെ അനുഗ്രഹിക്കാനിരിക്കുന്നു. അദ്ദേഹത്തിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ NSSന്റെ സൂപ്രണ്ട് ശ്രീ B ഗോപാലകൃഷ്ണൻ നായർ അവർ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം എല്ലാം വരാമെന്നെത്തിയിരുന്നതാണ്. പക്ഷേ രജിസ്ട്രാറും അസിസ്റ്റന്റ് രജിസ്ട്രാറും ചങ്ങനാശ്ശേരി ഇല്ലാത്ത കാരണം കൊണ്ട് ജനറൽ സെക്രട്ടറി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ ആളുണ്ടാകണം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഈ യോഗത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആശംസകൾ ഈ യോഗത്തിനെ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ താലൂക്ക് യൂണിയന്റെ ഭരണസമിതി അതുപോലെ എല്ലാവരെയും എടുത്തെടുത്ത് പറയുമ്പോൾ സമയം പോകുമെങ്കിലും ശ്രീ സംഘടനാ ശാഖയുടെ മേധാവി വളരെ സീനിയറുമായ യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീ K ഹരിദാസ് അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ MSSന്റെ ചാർജ് വഹിക്കുന്ന യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീ വിനയൻ K അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ S വാസുദേവൻ നായർ അദ്ദേഹത്തിനെ യൂണിയൻ കമ്മിറ്റി അംഗത്തിന്റെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ B ഓമനക്കുട്ടൻ അവർ യൂണിയൻ കമ്മിറ്റി അംഗം അദ്ദേഹത്തിന്റെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ TC രാധാമോഹൻ. ഇനി പറയുന്ന 3 പേരെ ഞാൻ എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ 1-2 ആഴ്ച അവർ 2 പേരുടെ നിസ്തുലമായ ചില സേവനങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. അത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ശ്രീ R രാജ്മോഹൻ യൂണിയൻ കമ്മിറ്റി അംഗം. അദ്ദേഹം ഇപ്പോഴും ഇല്ല, അദ്ദേഹം പ്രവർത്തനങ്ങളിലാണ്. നമ്മുടെ കോൺട്രാക്ട് വരുന്ന അനിൽകുമാർ ഹോസ്പിറ്റലായി 2 ആഴ്ചയായിട്ട്
നമ്മൾ ഡേറ്റ് ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഒത്തിരി പ്രവർത്തനങ്ങൾ പെൻഡിങ് കിടക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി രാപകൽ ഇവിടെ നിന്ന് അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്, എഞ്ചിനീയറാണ്. അദ്ദേഹം ചെയ്ത സേവനങ്ങളെ പ്രത്യേകം നൽകാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം ഈ കഴിഞ്ഞ 2 ആഴ്ചകളിൽ മുഴുവൻ സമയം എന്നോണം ഇവിടെ നിന്നുകൂടി കെട്ടിടത്തിന്റെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി വലിയ പങ്ക് വഹിച്ച ശ്രീ ആർ രാജ്മോഹൻ അവരുടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഈ ബിൽഡിംഗ് പൂർത്തിയാകുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ശ്രീ GK ഹരികുമാർ താമസ. അദ്ദേഹം യൂണിയൻ കമ്മിറ്റി അംഗമായി വരുന്ന സമയത്ത് നമുക്ക് കൊറോണ കാലഘട്ടമാണ് അതിനുശേഷം. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം വന്നിട്ട് 10 മുന്നോട്ട് പോകാതിരുന്നപ്പോൾ സാമ്പത്തികം കരയോഗങ്ങളിൽ നിന്ന് കിട്ടാതിരിക്കുക നമ്മുടെയുള്ള ഫണ്ട് തീർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആ സമയത്ത് നമുക്കൊരു ജീവശ്വാസം പോലെ ഒരു ഓഫർ നൽകി. ഈ കെട്ടിടത്തിന് ആവശ്യമായ മുഴുവൻ ഉരുപ്പടികളും ജനലുകളും കട്ടലുകളും മുഴുവൻ പണി തീർത്ത് ഇവിടെ അദ്ദേഹം എത്തിച്ചു തന്നു സ്വന്തം ചെലവിൽ. അപ്പം അത് അദ്ദേഹത്തിന് കടി വാങ്ങി പണി കഴിപ്പിച്ച് ഇവിടെ കൊണ്ട് എത്തിച്ചു തന്നത് താലൂക്കിനൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇത്തരത്തിൽ അത് സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. ശ്രീ രാധാമോഹൻ ഇതുപോലെ എടുത്തു പറയുന്നത് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ ഞാനിവിടെ ഒരു അദ്ദേഹത്തോടുണ്ട്. ഞാൻ പോയി ഇന്നലെ രാത്രി 9 മണിക്ക് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്, പ്രവർത്തനങ്ങളിൽ സജീവമായി. അങ്ങനെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ കമ്മിറ്റി. അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റിയിൽ ഉള്ള 2 പേർ ഇപ്പോൾ വേദിയിലുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട 2 പേർ, അത് ഒന്ന് ശ്രീ സുനിൽകുമാറും ഒന്ന് ശ്രീ ഗോപാലകൃഷ്ണപിള്ളയുമാണ്. സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹം ഇപ്പം വന്നിട്ടില്ല. അദ്ദേഹത്തിനെ അവരെ 2 പേരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രതിനിധിസഭാ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട 2 പേർ നമ്മുടെ യൂണിയൻ കമ്മിറ്റി അംഗമായിരുന്നുകൊണ്ട് നമുക്ക് ധീരമായ നേതൃത്വം നൽകിയിരുന്ന ശ്രീ KG സാനുദ്ധൻ അവകൾ ഈ യോഗത്തിലുള്ള അദ്ദേഹത്തിനെ നിങ്ങളുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ശ്രീ ഹരീഷ് S. അദ്ദേഹം തുടർച്ചയായി നമ്മുടെ പ്രതിനിധിസഭാംഗമായി നിൽക്കുന്നവരാണ്. അദ്ദേഹം പ്രവർത്തനങ്ങൾക്കെല്ലാം കൃത്യമായി അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ വനിതാ സമാജത്തിന്റെ സെക്രട്ടറി ശ്രീമതി വത്സല ശ്രീകുമാർ ഹസ്ബൻഡ് ചികിത്സയിലായതുകൊണ്ട് എത്തിയിട്ടില്ല, അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രഷറർ ശ്രീ KA ശോഭനകുമാരി, യൂണിയൻ വനിതാ സമാജത്തിന്റെ എല്ലാ അംഗങ്ങളും കൂടി എത്തിയതായി കാണാം. അതുപോലെ വൈസ് പ്രസിഡന്റ് ശോഭന ടീച്ചർ, ഇവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും നേരിട്ട് ഓരോരുത്തരെയും പറയാൻ സമയപ്പെടുന്നുണ്ട്, ക്ഷണിക്കുക. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിലുള്ള യൂണിയൻ കരയോഗം പ്രസിഡന്റ്, സെക്രട്ടറി, യൂണിയൻ പ്രതിനിധികൾ, കേന്ദ്ര ഇലക്ട്രോ മെമ്പർമാർ, ഇവരെ എല്ലാവരെയും ഈ മഹനീയ മുഹൂർത്തത്തിൽ എത്തിച്ചേർന്നതിന് താലൂക്കുകളിലുള്ള അഗൈരവമായ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളെ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ കെട്ടിടത്തിന്റെ പണി നിർവഹിക്കുന്നതിന് ഏറ്റെടുത്ത മിക്കവാറും കെട്ടിടങ്ങളുടെ പണി കൃത്യമായി ഏറ്റെടുക്കുകയും പറഞ്ഞ സമയത്ത് നിർമ്മിക്കുകയും സാമ്പത്തിക കൊടുക്കാനുണ്ടെങ്കിലും മറ്റൊരു ഒരു കുറവും വരുത്താതെ നിങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ആശുപത്രിയിലാണ് ശ്രീ ആർക്കിടെക്റ്റിന്റെ ബിൽഡിംഗ് ചെയ്യുന്ന കോൺട്രാക്ടർ ശ്രീ അനിൽകുമാർ. അദ്ദേഹം എത്തിയിട്ടില്ല, ആശുപത്രിയിലായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് വലിയ ഉത്തരവാദിത്വം നമ്മുടെ രാജ്മോഹൻ ഏറ്റെടുക്കേണ്ടി വന്ന അദ്ദേഹത്തിനെ ഈ യോഗത്തിൽ അദ്ദേഹത്തെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ടെന്നോ അറിഞ്ഞു. അദ്ദേഹത്തിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമ്മേളനം വിജയിപ്പിക്കാനെത്തിയ അവരുടെ കരയോഗങ്ങളിലെത്തിയ ബഹുമാനികരായ നിങ്ങളാണ് ഞങ്ങൾ, നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. ബഹുമാനികരായ കരയോഗ അംഗങ്ങൾ, വനിതാ പ്രവർത്തകർ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ മീറ്റിംഗ് വിജയകരമായി നടത്തിയതിനു വേണ്ടി അക്ഷയം പ്രവർത്തിച്ച ഇവിടുത്തെ സ്റ്റാഫുകളായ ശോഭ ടീച്ചർ, രാജശ്രീ, ശ്രീ വേണുഗോപാൽ, ഇവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ നേതൃത്വം നൽകുന്ന, വളരെ സഹകരിക്കുന്ന MSF കോർഡിനേറ്റേഴ്സ്, HR സെന്ററിന്റെ കല്ലേരി ഗോപാൽ സാന്നിധ്യത്തിലുള്ള അദ്ദേഹം എപ്പോഴും HR സെന്റർ ഏത് രീതിയിൽ വിളിച്ചാൽ ക്രിയാത്മകമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. HR സെന്ററിന്റെ നിർദ്ദേശ്, ആധ്യാത്മിക പഠനകേന്ദ്രം നടത്തുന്ന അംഗങ്ങൾ, മറ്റ് വിവിധ യൂണിയൻ ഭാരവാഹികളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ആരെയെങ്കിലും വിട്ടുകൊടുപ്പെങ്കിൽ ക്ഷമിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ 2 പഴയ സ്റ്റാഫുകൾ ഫ്രണ്ടിൽ ഇപ്പോൾ ഒന്ന് നമ്മുടെ അഡീഷണൽ ഇൻസ്പെക്ടറായിട്ട് വന്ന ശ്രീ മനുകുമാർ, അദ്ദേഹത്തിന്റെ ഒരു പേര് കേട്ട് ഞങ്ങൾ വിളിക്കുന്ന മനുവാണ്. അല്ല, നിഖിൽ
അതോടൊപ്പം തന്നെ ദീർഘകാലം കഴിഞ്ഞ വെക്കേഷനൊക്കെ വളരെ ഗംഭീരമായി നമ്മുടെ ഈ യൂണിയനിലെ ഒട്ടനവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച നമ്മുടെ സെക്രട്ടറി ശ്രീ രാജ്നാഥ്, അദ്ദേഹം വളരെ നേരത്തെ 8:30 മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ കമ്മിറ്റി അംഗം ശ്രീ മുരുകദാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ആരെങ്കിലും വിട്ടുകൊണ്ടുള്ള മുൻ കമ്മിറ്റി അംഗം മുർഷിദേട്ടൻ ഇവിടെ കണ്ടിരിക്കൊണ്ട് ഇവരെയൊക്കെ പേരെടുത്ത് പറയാൻ ആരെങ്കിലും വിട്ടുകൊണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കർമ്മത്തിൽ വന്നവരെ എല്ലാവരും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ സഹകരണം നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നിവിടെ നമ്മുടെ ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരാധ്യനായ നായർ സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റും അമ്പലപ്പുഴ തിരുവനന്തപുരം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റുമായ ശ്രീ എം സംഗീത് കുമാർ സാർ അവർ, നായർ സർവീസ് സൊസൈറ്റി കരയോഗം രജിസ്ട്രാർ ശ്രീ DD ശശിധരൻ നായർ, അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ D ഗംഗാധരൻ നായർ, നായർ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ ജയമോഹൻ, നമ്മുടെ താലൂക്കിലെ ദീർഘകാലം സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിച്ച് വിരമിച്ച് ഇന്നിവിടെ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ PK ചന്ദ്രശേഖരൻ കുപ്പ്, താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റായ ഡോക്ടർ PM രമാദേവി, ഈ പേരിൽ ശ്രദ്ധേയരായിട്ടുള്ള പ്രതിനിധി സഭാംഗങ്ങൾ ശ്രീ സാനന്ദൻ, ശ്രീ ഹരീഷ്, താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, വനിതാ യൂണിയൻ ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കരയോഗം ഭാരവാഹികളെ, വനിതാ സമാജം ഭാരവാഹികളെ, ഏറ്റവും പ്രിയങ്കരായ കരയോഗ പ്രവർത്തകരെ, പ്രിയ സമുദായങ്ങളെ, നമ്മളുടെ ദീർഘകാലമായിട്ടുള്ള ഒരു അഭിലാഷം സാക്ഷാത്കരിക്കപ്പെട്ട നിമിഷം. നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചു, 1936 ജൂൺ മാസം 29-ാം തീയതി നായർ സർവീസ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ താലൂക്ക് ആദ്യകാലം അമ്പലപ്പുഴ താലൂക്കും കുട്ടനാട് താലൂക്കും ഒന്നായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ആസ്ഥാനം കുട്ടനാട് താലൂക്കിന്റെ ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്നും 1956 കുട്ടനാട് താലൂക്ക് യൂണിയൻ രൂപീകരിച്ച അവസരത്തിൽ അവിടെ നിന്ന് നമ്മളുടെ ഒരു താലൂക്ക് യൂണിയന്റെ ബോർഡ് മാത്രമായിട്ട് താലൂക്കിലേക്ക് ഈ പട്ടണത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒന്നുമില്ലാതെ തുടങ്ങാൻ നമുക്ക് അന്ന് സഹായത്തിലെത്തിയത് താലൂക്ക് യൂണിയന്റെ മുൻ പ്രസിഡന്റും അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റുമായിട്ടുള്ള ഡോക്ടർ KP പണിക്കരുടെ കുടുംബ അംഗങ്ങളായിരുന്നു. ഡോക്ടർ KP പണിക്കരുടെ സ്മരണാർത്ഥം അന്ന് ഒരു ഓഡിറ്റോറിയവും ഈ ഹാള് ഇത്രയും കുറച്ച് 2 മുറി വരികയായിരുന്നു. ഈ ഹാളും അത് ഉൾക്കൊള്ളുന്ന 10 സെന്റ് സ്ഥലവും താലൂക്ക് യൂണിയനെ സംഭാവനയായിട്ട് നൽകുകയും അവിടെ അതിന് നമ്മളുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ആള് കുറെ കാലം കഴിഞ്ഞപ്പോൾ ജീർണാവസ്ഥയിലെത്തിയപ്പോൾ അത് പുനരുദ്ധരിക്കാൻ നമ്മൾ തീരുമാനിക്കുകയും അപ്പോൾ അതിനുണ്ടായിരുന്ന 2 മുറിയും കൂടെ ഉൾപ്പെടുത്തി ആളൊക്കെ കൂടെ വരികയും ആ അവസരത്തിൽ നമ്മുടെ ഓഫീസ് സൗകര്യം ഇല്ലാതാവുകയും നമ്മൾ താൽക്കാലിക സംവിധാനത്തിൽ തുടരുകയും ചെയ്തു. ഇത്രയും കാലമായിട്ട് നമുക്ക് ഈ 89 കൊല്ലം പിന്നിട്ടിട്ടും ഒരു മന്ദിരം നിർമ്മിക്കാൻ സാധിക്കാതിരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ വ്യക്തമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ശ്രമിച്ചത് ഈ 10 സെന്റ് സ്ഥലം പോലെ നമ്മുടെ ഈ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഇനി കുറെ കൂടി വസ്തുക്കൾ സമ്പാദിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി ആവുന്ന വഴി എല്ലാം തന്നെ നമ്മൾ ഭരണം നിർവഹിച്ചിട്ടുള്ള കമ്മിറ്റിയും അതുപോലെ അന്നത്തെ പ്രവർത്തകരും ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ ഈ ആലപ്പുഴ ടൗണിൽ നമ്മളിവിടെ ഇരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ ഏതാണ്ട് 1 ഏക്കർ 7 സെന്റ് സ്ഥലം നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചു.
ഇത് അന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നീട് കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഈ വസ്തുക്കളെല്ലാം തന്നെ മറ്റു കൈവശം പോയി കഴിഞ്ഞാൽ ലഭ്യമാവുകയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ ഇത്രയും വസ്തുക്കൾ ഇവിടെയൊക്കെ മുന്നേ സ്ഥലം ഇവിടെ സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചെറുതാണെങ്കിലും ചെറിയ വരുമാന മാർഗം ഇല്ലെങ്കിൽ താലൂക്കിന് കിട്ടുന്ന ഈ അംഗങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമുള്ള ചെറിയ വരുമാനം കൊണ്ട് നമ്മുടെ ദേവകാര്യങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വരും എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് കമ്മിറ്റി അതാത് കാലത്ത് ആലോചിച്ച് ഏതാണ്ട് 2 ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നമ്മുടെ മുൻവശമുള്ള ഈ ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെ അടുത്ത പുരയിടത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിച്ചു. അതിൽ നിന്നുള്ള വരുമാനം ലഭ്യമാവുകയും ചെയ്തു. ആ ശ്രമിച്ചൊക്കെ അവസരത്തിൽ നമ്മുടെ ഒരു ആസ്ഥാന മന്ദിരം എന്നുള്ളതിന് അല്പം കാലതാമസം വന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഇത്രയൊക്കെ ആയപ്പോൾ ഈ താൽക്കാലിക സംവിധാനത്തിൽ നമുക്ക് ഈ തുടരുന്നത് ശരിയല്ല എന്ന് തോന്നുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ മുൻ സെക്രട്ടറി ശ്രീ വി കെ ചന്ദ്രശേഖരക്കുറുപ്പ് അദ്ദേഹമാണ് ഈ ആശയം ആദ്യമായി താലൂക്ക് യൂണിയനിലേക്ക് നിർദ്ദേശിച്ചത്. എന്നുവെച്ചാൽ നമുക്ക് ഇനി ഒരു ആസ്ഥാന മന്ദിരത്തിന് വേണ്ടി ശ്രമിക്കണം എന്ന് താലൂക്ക് യൂണിയൻ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനം നടപ്പാക്കുന്നതിലേക്കായി നമുക്കറിയാം ഈ പണം എന്നുള്ളത് അന്ന് കൈവശം അധികം ഒന്നും നമുക്ക് ധനം ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ സമുദായാംഗങ്ങൾ ഏതാണ്ട് 7500 വീടുകൾ, 55 കരയോഗങ്ങൾ വിചാരിച്ചാൽ നടക്കും എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ എല്ലാ താലൂക്കിലെ എല്ലാ കരയോഗങ്ങളിലെയും ഭവനങ്ങളുടെ പങ്കാളിത്തത്തിലുള്ളവർ നിങ്ങളുടെ എല്ലാ അംഗങ്ങളുടെയും സാന്നിധ്യം ഇത് പങ്കാളിത്തത്തോടുകൂടി ഇതിന്റെ നിർമ്മാണം നിർവഹിക്കണമെന്ന് തീരുമാനിക്കുകയും അത് നമ്മുടെ കരയോഗ ഭാരവാഹികളുടെ നേതൃയോഗത്തിൽ വെച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അങ്ങനെ അത് തീരുമാനിക്കുകയും ആ ഓരോ ഭവനത്തിൽ നിന്നും അവരുടേതായിട്ടുള്ള പങ്കാളിത്തം ഈ മന്ദിരത്തിന് ലഭിക്കുകയും ചെയ്യും. അതായത് അതിനുള്ള ഒരു ഇഷ്ടികയെങ്കിൽ ഒരു കണ്ടി സിമെന്റ് ഒരു ഭവനത്തിന്റെ വകയാണ്. അങ്ങനെ നമ്മുടെ താലൂക്കിലെ മുഴുവൻ ഭവനങ്ങളുടെയും വകയായിട്ട് നമ്മുടെ താലൂക്ക് മന്ദിരം പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുകയും ഇടക്കാലത്ത് കോവിഡ് മഹാമാരിയൊക്കെ വന്നതോടുകൂടി നമുക്ക് അത് സ്വല്പം കാലതാമസം നേരിടുകയും ചെയ്യും. എങ്കിലും ഇപ്പോഴും ഇത് പൂർത്തീകരിച്ച് അതിന്റെ മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാൻ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന മനസ്സിലങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. കയ്യിൽ പണം ഉള്ളതുകൊണ്ട് ഇത്രമാത്രം തീർക്കാൻ പറ്റുമോ എന്ന് വളരെ സംശയിച്ചിരുന്നു. എന്നാൽ ഉദ്ഘാടനം തീരുമാനിച്ചതിന് ശേഷം കിട്ടിയ പ്രോത്സാഹനം ഇവിടെ വന്നിട്ട് കണ്ട കരയോഗം ഭാരവാഹികൾ പലരും അതിലേക്കുള്ള മറ്റു സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒന്നൊന്നായിട്ട് അത് അവര് തരാമെന്ന് ഓഫർ ചെയ്യുകയും അങ്ങനെ പ്രതീക്ഷിച്ചതിലുപരിയായിട്ട് ഇന്നിപ്പോൾ ഇത്രയും സൗകര്യപ്രദമായിട്ട് നമ്മുടെ ആസ്ഥാന മന്ദിരം, അതായത് താഴത്തുകരയിൽ ഒരു ഓഫീസും മറ്റു സൗകര്യങ്ങളും മുകളിൽ ഒരു കോൺഫറൻസ് ഹാളോടുകൂടി അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. പക്ഷെ ഇനിയും നമുക്ക് ആ പ്രോജക്റ്റിലുള്ള ഒരു കാര്യം ബാക്കി വയ്ക്കുന്നുണ്ട്. ഒരു സദ്യാലയം എന്നുള്ളത്, ഒരു ഭക്ഷണശാല നമ്മൾ ഇതിനോടൊപ്പം നിർമ്മിക്കാൻ നമ്മൾ പുറകിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. അതൊക്കെ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പങ്കാളിത്തവും സഹകരണവും നമ്മുടെ സമുദായങ്ങളിൽ നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താലൂക്കിൽ ഇതുപോലെയുള്ള വൻ സംരംഭങ്ങൾ തീർക്കാൻ പറ്റും. നമുക്ക് ഇത്രയും സ്ഥലവും നമ്മുടെ കൈവശമുണ്ട്. ഇതിനെല്ലാം തന്നെ സാധിക്കുന്ന കാര്യത്തിന് നമുക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഇത് ആരംഭിച്ചപ്പോൾ മുതൽ നമ്മുടെ വിവിധ വ്യക്തികളുടെ പേര് സൂചിപ്പിക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ എല്ലാ ഈ പ്രോജക്റ്റുകൾക്കും നമ്മുടെ ഈ കെട്ടിട നിർമ്മാണങ്ങൾക്ക് ഞങ്ങൾ തന്നെ വേണ്ട രീതിയിലുള്ള അതിന്റെ ആ പ്രോജക്റ്റ് തയ്യാറാക്കൽ മുതൽ പ്ലാനും എസ്റ്റിമേറ്റും അതിന്റെ പണി പൂർത്തീകരിക്കുന്നത് വരെ നമ്മളോടൊപ്പം നിന്ന ഒരു കോൺട്രാക്ടർ ശ്രീ അനിൽ കുമാറുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. എങ്കിലും അദ്ദേഹം ഈ യോഗത്തിൽ നമ്മളിപ്പോൾ അദ്ദേഹത്തിന് സ്വല്പം ആരോഗ്യ പ്രശ്നമുണ്ട്. അദ്ദേഹം സുഖപ്പെട്ട് എത്രയും വേഗം നമ്മളോടൊപ്പം എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് നമ്മളെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അതുപോലെ നമ്മുടെ കമ്മിറ്റി 1-2 അംഗങ്ങളുടെ കാര്യം നമ്മുടെ സ്വാഗത ക്ലാസിംഗ് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഒരു എഞ്ചിനീയർ ചെയ്യേണ്ട കാര്യവും ബാക്കി ഒരു താലൂക്ക് യൂണിയൻ ഭാരവാഹി ചെയ്യേണ്ട കാര്യവും എല്ലാം തന്നെ രാമകരങ്ങളിൽ നിന്ന് ശ്രമിച്ച് ചെയ്യുന്ന നമ്മുടെ ആരോഗ്യ കമ്മിറ്റി ശ്രീ ആർ രാജുമോഹൻ. അതായത് ഒരു എഞ്ചിനീയറുടെ ഇതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് കടന്നിട്ടില്ല. ഈ കെട്ടിടം എങ്ങനെ തീർക്കണം,
എന്നുള്ളതെല്ലാം തീരുമാനിച്ച് അതിൻ്റെ മറ്റ് സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം നിന്ന് സഹായിക്കുന്ന മറ്റ് രാധാമോഹൻ തുടങ്ങി കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ഉണ്ടെങ്കിലും എടുത്തു പറയത്തക്ക അത്രയധികം അവര് ഇതിന് അവരുടെ പരിശ്രമം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവരുടെ പേരെടുത്ത് പറയേണ്ടി വരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ നിർമ്മാണത്തിനായിട്ട് പല ഈ കരയോഗങ്ങളിൽ നിന്ന് കിട്ടുന്നത് കൂടാതെ അല്പം ശേഖരണത്തിനൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സോടെ ഇതിനു വേണ്ട തടി ഉപകരണങ്ങൾ മുഴുവൻ പണിഞ്ഞു തീർത്ത് തന്നുകൊള്ളാമെന്ന് ഏറ്റ് നമ്മളെ സഹായിച്ച നമ്മുടെ താലൂക്ക് കമ്മിറ്റിയംഗം തന്നെയായ ശ്രീ ടി.കെ. ഹരികുമാർ. ഏതാണ്ട് ആ മൊത്തമുള്ള എസ്റ്റിമേറ്റ് ഒരു 2 ലക്ഷം രൂപയുടെ കുറവ് അങ്ങനെ എത്താൻ പറ്റി. പക്ഷേ ഈ അത്രയും കാലം എടുത്തപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഈ ചെലവുകൾ വർദ്ധിച്ചതുകൊണ്ട് കിട്ടിയ പണം പൂർണ്ണമായിട്ടും വിനിയോഗിച്ചിട്ടും അത് ഈ അടുത്ത കാലം വരെ നമുക്ക് കുറെ കാലതാമസം വന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും 1 രൂപ പോലും കടമില്ലാതെ ഈ താലൂക്ക് യൂണിയൻ കമ്മിറ്റിയുടെ ഉദ്ദേശം ഏതാണ്? താലൂക്ക് യൂണിയന് 1 രൂപ പോലും കടമില്ലാതെ ഈ ഭരണം നിർവഹിച്ചു പോകണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് നമ്മുടെ അംഗങ്ങളിൽ നിന്നും ഈ സംഭാവന സമാഹരിച്ചും കിട്ടാവുന്ന പണത്തിൽ നിന്നും അല്പം മിച്ചം പിടിച്ചും തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അംഗീകരിച്ചു. അങ്ങനെ ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത വർഷവും നമ്മളുടെ നവതി വർഷമാണ്. ഈ പറഞ്ഞ ജൂൺ മാസം 29-ാം തീയതി മുതൽ നമ്മുടെ നവതി വർഷം ആരംഭിക്കുകയാണ്. വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും ഇതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. ഏവരുടെയും സഹകരണം ഇതിനെല്ലാം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇനിയിപ്പോൾ സമയബന്ധിതമായിട്ട് നമുക്ക് യോഗം അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് വെച്ചാൽ ബഹുമാന്യരായ നമ്മുടെ ഉദ്ഘാടകന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ താലൂക്കിൽ തന്നെ ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ യോഗത്തിൽ കൂടുതലായിട്ട് നമുക്ക് സമയം ഇതിനെ മറ്റുള്ളവർക്ക് എടുക്കാൻ നിർവാഹമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഏവരുടെയും നിങ്ങളുടെ എല്ലാവരോടുമുള്ള ഇത് ഈ മന്ദിരം പൂർത്തീകരിക്കാൻ എല്ലാവരും ചെയ്ത സഹായികൾക്ക് നടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും നേരിൽ ഇതുപോലുള്ള സഹകരണം എല്ലാവരും ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ഈ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ എം സംഗീത് സാർ അവരുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഈ യോഗം ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാന്യരായ യോഗാധ്യക്ഷൻ, അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയന്റെ പ്രസിഡന്റുമായ വളരെ പ്രിയമുള്ള ശ്രീ പി രാജഗോപാല പണിക്കർ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ കരയോഗം രജിസ്ട്രാർ, മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയുമായ ബഹുമാന്യനായ ശ്രീ ശശിധരൻ നായർ അവരുടെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയന്റെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഡി ഗംഗാധരൻ നായർ, നായർ സർവീസ് സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്രിയമുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ, താലൂക്ക് NSS യൂണിയന്റെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ G.J. ജയമോഹൻ, ആശംസകൾ അറിയിക്കുന്ന താലൂക്ക് NSS വനിതാ യൂണിയന്റെ ബഹുമാന്യ പ്രസിഡന്റ് ഡോക്ടർ PM രമാദേവി അവർ, താലൂക്ക് NSS യൂണിയന്റെ ഭരണസമിതി അംഗങ്ങൾ, നായർ സർവീസ് സൊസൈറ്റിയുടെ ബഹുമാന്യരായ സഭാ അംഗങ്ങൾ, സമീപ പ്രദേശത്ത് എത്തിയിട്ടുള്ള താലൂക്ക് NSS യൂണിയൻ ഭാരവാഹികൾ, സെക്രട്ടറിമാരുടെ വിശിഷ്ട വ്യക്തികൾ, വിവിധ കരയോഗങ്ങളിൽ എത്തിയിട്ടുള്ള ബഹുമാന്യരായ കരയോഗ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, കരയോഗാംഗങ്ങളെ, വനിതാ സമാജങ്ങളുടെ, സ്വയം സഹായ സംഘങ്ങളുടെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയന്റെ പുതിയ മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷം. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, വളരെ
വർഷങ്ങളായിട്ട് ഇതിൻ്റെ 89 വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള താലൂക്ക് NSS യൂണിയൻ. നായർ സർവീസ് സൊസൈറ്റിക്ക് 110 വർഷം പ്രവർത്തന പാരമ്പര്യമുണ്ടെങ്കിൽ വളരെ സമീപ പ്രദേശത്തുള്ള ആലപ്പുഴ ജില്ലയിൽ ാണ് സമുദായ സേവനത്തിൽ പടിപ്പടിയായിട്ട് ഉയർന്ന ഇന്ന് ആലപ്പുഴ നഗരത്തിലെ ഹൃദയഭാഗത്ത് തന്നെ ഏകദേശം 1 ഏക്കർ ഭൂമി സ്വന്തമാക്കി എല്ലാവിധ സംവിധാനങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സ്, ഓഡിറ്റോറിയം, അതുപോലെ പുതിയ ഓഫീസ് മന്ദിരം ഇതെല്ലാം തരപ്പെടുത്തി ഈ താലൂക്ക് യൂണിയന് കഴിഞ്ഞു. ഇതിനെല്ലാം മുൻകൈയെടുത്ത് പ്രവർത്തിച്ച താലൂക്ക് NSS യൂണിയൻ ഭാരവാഹികളെ, വിശിഷ്യാൽ എൻ്റെ പ്രസിഡൻ്റിൻ്റെയും സെക്രട്ടറിയും മറ്റ് ഭാരവാഹികളെയും എല്ലാം ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സമുദായാംഗങ്ങളുടെ പൂർണ്ണമായ സഹായവും സഹകരണവും ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും തന്നെ യാഥാർത്ഥ്യമാവില്ലായിരുന്നു. നിങ്ങളേവരും പൂർണ്ണ മനസ്സോടുകൂടി, വളരെ ചെറിയ ഒരു താലൂക്ക് യൂണിയനാണ്, 55ഓളം കരയോഗങ്ങൾ മാത്രമുള്ള ഒരു യൂണിയനാണ്. പക്ഷെ എന്നാൽ പോലും എല്ലാവരുടെയും പൂർണ്ണ സഹായത്തോടെ ഇത്രയും വലിയൊരു സമുച്ചയം തന്നെ ഈ താലൂക്ക് NSS യൂണിയൻ സ്വന്തമാക്കാൻ കഴിയും. മഹാനായ ശ്രീ പത്മനാഭനും ഇങ്ങനെയായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും 110 വർഷം മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അന്ന് നായർ സമുദായങ്ങൾ നേരിട്ടിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലും മുങ്ങിത്താങ്ങുകൊണ്ടിരുന്ന ഒരു സമുദായത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ആരംഭിച്ച മഹാപ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് തുടക്കം കുറിച്ചത്. അദ്ദേഹം ഒരു സംഘടന മാത്രം രൂപീകരിച്ച് കഴിയുകയായിരുന്നു ഈ സമുദായത്തിൽ. സംഘടനകളൊപ്പം തന്നെ ഈ ഒരു സംഘടനയ്ക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും സംഘടന കാലാകാലങ്ങളിൽ നിലനിന്ന് പോകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അതിന് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ടാണ് അദ്ദേഹം നിലപാടുന്നത്. ഒന്നുമില്ലായ്മയും കെട്ടുകയും ഉൽപ്പന്നപ്പിക്കും നടത്തി ആദ്യത്തെ കർമ്മശാല, ആദ്യത്തെ സ്കൂൾ ആരംഭിച്ച് ഇന്ന് ഏകദേശം 200 കലാലയ സ്കൂളുകൾ, 35ഓളം കോളേജുകൾ, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ, അതുപോലെ എസ്റ്റേറ്റുകൾ, ആശുപത്രികൾ എന്ന് വേണ്ട വലിയൊരു സംവിധാനം തന്നെ നായർ സർവീസ് സൊസൈറ്റിക്ക് രൂപം കൊടുത്തിട്ടാണ് അദ്ദേഹം ഇവിടെ വാങ്ങിപ്പോയത്. ഇന്ന് ഈ വക സംവിധാനങ്ങൾ മാത്രമല്ല, നേരത്തെ ഇവിടെ സഹോദര ക്ലാസുകളിൽ സൂചിപ്പിച്ചതുപോലെ വനിതാ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ അവർ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു വനിതാ സ്വയം സഹായ സംഘങ്ങളും വനിതാ ശാക്തീകരണവും സ്വയം തൊഴിൽ സംരംഭങ്ങളും ആരംഭിക്കുകയാണ്. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുകയും അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് നമ്മുടെ എല്ലാം ഒരു ഭാഗ്യം തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ കരയോഗം രജിസ്ട്രാർ, അന്നത്തെ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, സർക്കാരിൻ്റെ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നിർമ്മിച്ച് ഈ ദൗത്യം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഓരോ ആശയങ്ങളാണ് ഈ സോഷ്യൽ സർവീസ് സൊസൈറ്റി സംഘങ്ങൾ രൂപീകരിക്കുകയും ഇന്ന് അത് വലിയൊരു പ്രസ്ഥാനമായി 20,000-ഓളം സംഘം ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിച്ചു വരികയാണ്. അപ്പം അത്ര വലിയൊരു മഹാപ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ്. 6,000-ഓളം കരയോഗങ്ങൾ, 4,000-ഓളം വനിതാ സമാജങ്ങൾ, 60ഓളം താലൂക്ക് യൂണിയനുകൾ, വനിതാ ശാക്തീകരണത്തിന് വേണ്ടി 20,000-ഓളം സംഘങ്ങൾ, അങ്ങനെ ഏറ്റവും വലിയൊരു സംഘടന, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ സംഘടനയായിട്ട് നിലകൊള്ളുകയാണ് നായർ സർവീസ് സൊസൈറ്റി. നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. പലരും നമ്മളെ പലരും ആക്ഷേപിക്കാറുണ്ട്. നമ്മുടെ സാമുദായിക സംഘടനയാണ്, നമ്മുടെ സവർണ മേധാവിത്വമാണ്, സവർണരാണെന്ന്. പക്ഷെ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. പഴയ കാലം തൊട്ട് തന്നെ നായർ സർവീസ് സൊസൈറ്റിക്ക് മഹാനായ ശ്രീ പത്മനാഭൻ അന്നത്തെ സമുദായത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടതേ രൂപം കൊടുത്തെങ്കിൽ പോലും ആരംഭകാലം മുതൽ തന്നെ സ്വന്തം സമുദായത്തിനോടൊപ്പം സമൂഹത്തിലെ വിവിധ വിഭാഗം ആൾക്കാരെ കൂടി സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനായിട്ടുള്ള ശ്രമങ്ങളിലായിരുന്നു മഹാനായ ശ്രീ പത്മനാഭൻ. അന്ന് നമ്മളോടൊപ്പം നമുക്കന്ന് നായർ സമുദായങ്ങൾക്ക് അന്ന് എല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു.
പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലായിരുന്നു, ക്ഷേത്ര ദർശനത്തിനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു, ക്ഷേത്ര പ്രവേശനമില്ലായിരുന്നു. അതിനെല്ലാം കേരളക്കരയിൽ അന്നത്തെ തിരുവിതാംകൂറിലും മലബാർ പ്രദേശങ്ങളിലും ആ അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാം ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തെരഞ്ഞെടുത്ത് തന്നെ മഹാനായ ശ്രീ മന്നത്തുവയ്ക്കനാകുന്നു. അദ്ദേഹത്തിന് അതിനൊന്നും ഒരു വൈമനസ്യവുമില്ലായിരുന്നു. സ്വന്തം സമുദായവും ഹയർ സർവീസ് സൊസൈറ്റിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം ആണെങ്കിൽ പോലും സമൂഹത്തിൻ്റെ വിവിധ വിഭാഗം ആൾക്കാർക്ക് വേണ്ടി പോരാടാൻ അദ്ദേഹം ശക്തമായി തന്നെ മുന്നോട്ട് വന്നു. വൈക്കം സത്യാഗ്രഹം, അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കത്തു നിന്നും തിരുവനന്തപുരം വരെ അവർണർക്ക് വേണ്ടിയുള്ള സവർണ ജാഥ, തിരുവനന്തപുരത്ത് നിന്ന് ജനമഹാറാണിയെ കണ്ട് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള നിവേദനം സമർപ്പിച്ചു കഴിഞ്ഞ് ആണ് ക്ഷേത്രപ്രവേശനം തിരുവിതാംകൂർ മേഖലയിൽ ഒരു യാഥാർത്ഥ്യമായി. അതിനുശേഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഇന്നത്തെ പുരോഗമന പ്രസ്ഥാന നേതാക്കളും കേരളത്തിലും എല്ലാമായിട്ട് സംയുക്തമായി ഗുരുവായൂർ സത്യാഗ്രഹം നടത്തുകയും അതിനുശേഷമാണ് മലബാർ പ്രദേശത്ത് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ക്ഷേത്രപ്രവേശനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ടായി. അപ്പൊ ഇതെല്ലാം പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുകയാണ്. നമ്മളെ ഇന്ന് സവർണരായിട്ട് ആക്ഷേപിക്കുന്നവർ തന്നെ ഓർക്കണം, മഹാനായ ശ്രീ മന്നത്തു പത്മനാഭൻ ക്ഷേത്രപ്രവേശനം 1936 യാഥാർത്ഥ്യമായെങ്കിൽ 1924 തന്നെ അദ്ദേഹത്തിന്റെ പെരുന്നയിലുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബക്ഷേത്രം എല്ലാ വിഭാഗം ആൾക്കാർക്കും അതിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകനാണ് ശ്രീ മന്നത്തു പത്മനാഭൻ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് പത്മനാഭ പിള്ള എന്നാണ്. അദ്ദേഹം ഒരു സമുദായത്തിന്റെ സ്ഥാനപ്പേര് ആവശ്യമില്ലാതെ കഴിഞ്ഞു പിള്ളസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് പിൽക്കാലത്ത് ശ്രീ മന്നത്തു പത്മനാഭൻ എന്നാണ് അറിയപ്പെടാൻ ആഗ്രഹിച്ചത്. അപ്പൊ എല്ലാ കാലവും നമ്മൾ സവർണ മേധാവിയോ സവർണരോ ഒന്നുമല്ല, നമ്മൾ തന്നെയായിട്ട് ഈ സമൂഹത്തിലെ കേരള സമൂഹത്തിലെ ഏറ്റവും വലിയ നേതാക്കൾ എല്ലാ വിഭാഗം ആൾക്കാർക്കും എല്ലാവിധ സേവനങ്ങളും നൽകി എല്ലാവരെയും ഉൾക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമുദായം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നായർ സമുദായം തന്നെയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ പോലും നമ്മളിന്ന് നമ്മുടെ ചുറ്റും ജാതിയും മതവും എല്ലാ ദിവസവും അതിനെക്കുറിച്ച് മാത്രമേ പറയാനൂ. പക്ഷെ എന്നാൽ പോലും നമുക്ക് അത്രയും സന്തുലിതമായി ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതെല്ലാം കേട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരിക്കലും അങ്ങനെ സന്തുലിതമായി ചിന്തിക്കാനോ അങ്ങനെ പെരുമാറാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും മാറ്റി നിർത്താനുള്ള പ്രവണതയാണ്. ഇന്ന് സർക്കാർ ഉദ്യോഗതലത്തിൽ നോക്കിയാൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സർക്കാർ ജോലി കിട്ടാൻ അതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ട്, സംവരണവും മറ്റു വിഷയങ്ങളും കാരണം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മിടുക്കരായിട്ട് പഠിച്ചാൽ നല്ല സ്കൂളുകളിൽ നല്ല കോഴ്സുകൾ കോളേജുകളിലും മറ്റും അഡ്മിഷൻ കിട്ടാനുള്ള പ്രയാസം, സിവിൽ സർവീസിൽ പോലും ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കുന്ന കുട്ടികൾക്ക് നല്ല സ്ഥലത്ത് അവരുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോസ്റ്റിംഗ് കിട്ടാൻ പ്രയാസം, എല്ലാം സംവരണവും മറ്റു പ്രശ്നങ്ങളാണ്. എന്നാൽ പോലും ഇന്ന് നമ്മൾ തന്നെയാണ് ഈ സമൂഹത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സമുദായം, നായർ സമുദായം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നൽകിയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ പിൻതലമുറ നമ്മുടെ കുട്ടികൾക്ക് നൽകിയ വിദ്യാഭ്യാസത്തിന്റെ ഫലമായി ഇന്ന് സർക്കാർ ജോലിയെല്ലാം കുറവാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികളിൽ നിന്ന് ലോകത്തെ വിവിധ രാജ്യങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ വളരെ ഉന്നത ജോലികൾ കരസ്ഥമാക്കി വളരെ നല്ല രീതിയിൽ കഴിയുന്ന ഒരു സമൂഹമാണ് നായർ സമുദായം. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം, നമ്മൾ ഏറ്റവും പിറകോട്ട് പോയിട്ടൊന്നുമില്ല. ഇന്നും നമ്മൾ തന്നെയാണ് ഇവിടുത്തെ നേതാക്കന്മാർ. നമ്മൾ നോക്കിയാൽ പഴയ ചരിത്രം നോക്കിയാൽ പോലും ഈ സംസ്ഥാനത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിനെല്ലാം രൂപം കൊടുത്ത് ആളാലും അർത്ഥത്താലും വളർത്തി വലുതാക്കിയതെല്ലാം നമ്മുടെ പൂർവികന്മാരാണ്. പഴയ നായർ മേനോൻ നമ്പ്യാർ കുടുംബങ്ങളിൽ ഇവിടുത്തെ പുരോഗമന കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും രൂപം കൊടുത്തതും അന്നത്തെ കാലത്ത് അതെല്ലാം വളർത്തി വലുതാക്കിയത് അവനവന്റെ കുടുംബ സ്വത്ത് തന്നെയാണ് പിടിച്ചുകൊണ്ടത്. ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നത്തെ രാഷ്ട്രീയം. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിന് നമ്മുടെ പൂർവികന്മാരും ചെയ്തിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. നമ്മളെ ആർക്കും അങ്ങനെ ഒരു മേഖലകളിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷെ ഇന്നിപ്പം അങ്ങനെ ഒരു പ്രവണതയാണ് ഉള്ളത്. അതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മൾ വളരെ വിശാല മനസ്കരായ ഒരു സമുദായമാണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് സംഘടിത ശക്തികൾക്കാണ്, വോട്ട് ബാങ്കുകൾക്കാണ്. നമുക്ക് ഇത്രയും വർഷം കഴിഞ്ഞാൽ
ഇന്ന് പഴയ കാലത്തെ പോലെ നമ്മുടെ രാജ്യത്ത് സത്യവും ധർമ്മവും നീതിയും ഒന്നും. ഇന്ന് ആര് ഒരു കൂട്ടം ആൾക്കാരെ ഒരുമിച്ച് നിന്ന് ആർക്കെങ്കിലും വോട്ട് നൽകാൻ കഴിയുമോ, ആരെങ്കിലും അധികാരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? അവരുടെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്, പരിഗണന നൽകുന്നത്. നമ്മുടെ രാജ്യത്ത് നിർഭാഗ്യവശാൽ ഇവിടുത്തെ നമ്മുടെ ഭാരതം ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് തന്നെ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന വിവിധ സമുദായങ്ങൾക്ക് അങ്ങനെ ഒരു ഐക്യം ഇന്നും ഉണ്ടാക്കാൻ കഴിയും. ഉത്തരേന്ത്യൻ സമുദായങ്ങളിൽ തീരെ അതില്ലാന്ന് തന്നെ പറയാം. അവിടെ രാഷ്ട്രീയം ആണ് മുൻതൂ. നമ്മുടെ കേരളത്തില് മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭനും നായർ സർവീസ് സൊസൈറ്റി ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ ഇവിടുത്തെ മുന്നോക്ക വിഭാഗത്തിൽ പ്രബലരായ നായർ സമുദായ അംഗങ്ങളെങ്കിലും ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നു. അത് ഈ മഹാപ്രസ്ഥാനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. മുക്കിലും മൂലയിലും നമ്മുടെ കരയോഗങ്ങളുണ്ട്, സംഘടനാ സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് എല്ലാ മാസവും നമുക്ക് ഒത്തുകൂടാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. കരയോഗ മന്ദിരങ്ങളും താലൂക്ക് യൂണിയൻ മന്ദിരങ്ങളുമുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഒരുമിച്ച് കൂടാനുമായിട്ടുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ അത് മാത്രം പോലെ നമ്മൾ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു വളരെ സങ്കുചിതമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഈ മഹാപ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തിയും നമ്മൾ കൂടുതൽ ഉണർവും പകരേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ സംഘടനാ തലത്തിൽ എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് സർക്കാരിലെത്തിയോ ജോലിയില്ലെങ്കിൽ പോലും നമ്മുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറിയുടെ ആശയമാണ് ഈ സ്വയം സഹായ സംഘടന. സർക്കാർ ജോലി ഇല്ലെങ്കിൽ എന്താ, സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുക. അമ്മമാരും സഹോദരിമാരും അത് തുടങ്ങാനായിട്ട് സാമ്പത്തികമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെങ്കിൽ സാമ്പത്തികം എത്ര ലക്ഷം രൂപ വേണോ താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ സമീപിക്കുക. യാതൊരു ജാമ്യവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാമ്യമോ വസ്തു ജാമ്യമോ ഇല്ലാതെ അദ്ദേഹം അത് കിട്ടാനായിട്ടുള്ള ഏർപ്പാടിയിരിക്കും. അതിനു പുറമെ ഇന്ന് ബാക്കിയുള്ള എല്ലാ വിഭാഗക്കാർക്കും സർക്കാർ തലത്തിൽ സർക്കാരിൽ നിന്നുമുള്ള ഗ്രാന്റുകളും ആനുകൂല്യങ്ങളും ഇവിടുത്തെ പിന്നോക്ക വിഭാഗക്കാർക്ക്, പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കേന്ദ്ര സർക്കാർ തലങ്ങളിൽ അവർക്ക് എല്ലാവർക്കും സാമ്പത്തിക അടിസ്ഥാനത്തിൽ അവർക്ക് സ്കോളർഷിപ്പുകളും ഗ്രാന്റുകളും ഭവന നിർമ്മാണത്തിനുള്ള സഹായവും എല്ലാം കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. പക്ഷേ 75 വർഷം പിന്നിടുമ്പോൾ ഈ വക സഹായങ്ങളോ ആനുകൂല്യങ്ങളോ ഇല്ലാത്ത ഒരേ ഒരു വിഭാഗം നമ്മുടെ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. പക്ഷെ കേരളത്തിൽ അതിനും ഒരു വ്യത്യാസമാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ഇന്നത്തെ ജനറൽ സെക്രട്ടറിയുടെ ശക്തമായ ഇടപെടലിൽ മുമ്പ് അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അന്നത്തെ 10 വർഷം മുമ്പ് അന്നത്തെ കേരളം ഭരിച്ചിരുന്ന സർക്കാർ സംസ്ഥാനത്ത് ഒരു സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ മുന്നോക്ക വിഭാഗക്കാർക്കായിട്ട് രൂപീകരിച്ചു. 11 വർഷം പിന്നിടുമ്പോൾ ഇന്നും നമ്മുടെ സംസ്ഥാനത്തല്ലാതെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും മുന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി സർക്കാർ ആനുകൂല്യം കൊടുക്കാനായിട്ട് ഒരു കോർപ്പറേഷൻ നിലവിലില്ല എന്നുള്ളതാണ് വാസ്തവം. കേന്ദ്ര തലത്തിലുണ്ട്. ഇത് മറ്റെല്ലാ വിഭാഗക്കാർക്കും ഉണ്ട്. കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകളിൽ കോടിക്കണക്കിന് രൂപ വകയിരുത്തി അവരുടെ എല്ലാം ക്ഷേമത്തിന് വേണ്ടി അവർക്ക് ആനുകൂല്യം കൊടുക്കാനായിട്ടുള്ള സംവിധാനമുണ്ട്. ഈ ആനുകൂല്യങ്ങൾ പുനഃപരിശോധിക്കാനും അത് വർദ്ധിപ്പിച്ച് നൽകാനുമായിട്ട് പരിശോധിക്കാനായിട്ട് സ്ഥിരം കമ്മീഷനുകളുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു വിഭാഗം നമ്മുടെ രാജ്യത്ത് മുന്നോക്ക വിഭാഗക്കാർ. അവർക്ക് കേരളത്തിൽ മാത്രം ഒരു വ്യത്യാസമുണ്ട്. കേരളത്തിൽ മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഡിഗ്രി തൊട്ട് എല്ലാ പ്രൊഫഷണൽ കോഴ്സിനും സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് വരെ പോകാനായിട്ടുള്ള സമുന്നതി സ്കീം അനുസരിച്ചുള്ള സഹായം കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വയം സഹായ സംഘങ്ങൾ എടുക്കുന്ന വായ്പയ്ക്കുള്ള പലിശ സബ്സിഡിയുണ്ട്, മംഗല്യ സഹായമുണ്ട്, ഭവന നിർമ്മാണ സഹായമുണ്ട്. പക്ഷെ ഇത് നമ്മൾ പറയുമ്പോൾ മുന്നോക്കം എന്ന് പറയുമ്പോൾ എല്ലാം നായർ സമുദായത്തിനല്ല. നമ്മൾ ഉൾപ്പെടെ 145ഓളം വിഭാഗക്കാരുണ്ട് മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർ. ഇവർക്ക് എല്ലാവർക്കും കൂടെയാണ് ഈ കോർപ്പറേഷൻ. നമ്മുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറിയുടെ ഒരു നേതൃത്വത്തിൽ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അന്നത്തെ സർക്കാർ രൂപം നൽകിയത്. പക്ഷേ അത് എല്ലാ വിഭാഗം ആൾക്കാർക്കും കൂടിയാണ്. ഇങ്ങനെ നായർ സർവീസ് സൊസൈറ്റിക്ക് ഇന്നിപ്പം നമ്മുടെ കേന്ദ്ര സർക്കാർ 3 വർഷം മുമ്പ് ഒരു 10% സംവരണം വന്നപ്പോൾ നമ്മുടെ സഹോദര സംഘടനകളെല്ലാം അതിനെതിരെ സുപ്രീം കോടതിയിലെ കേസുമായിട്ട് പോയി. നായർ സർവീസ് സൊസൈറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും പ്രമുഖ അഭിഭാഷകരെ ചുമതലപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ആ കേസ് ശക്തമായി വാദിച്ച് നമുക്ക് ജയിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്നും അത് നമുക്ക് മാത്രമല്ല, നമ്മളോടൊപ്പം 145 പേരുണ്ട്, 145 വിഭാഗക്കാരുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്കും അത്
വിവിധ കാര്യങ്ങളാണ്. ഇന്ന് നമുക്കുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ന്യായമായി കൊടുക്കേണ്ട പോസ്റ്റുകൾ പോലും, റിട്ടയർമെന്റ് വേക്കൻസികൾ പോലും നികത്താനൊക്കാത്ത ഒരു സാഹചര്യം. അതിനെതിരെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി സുപ്രീം കോടതിയിൽ പോയി കേസ് വാദിച്ചാണ് ഈ ഇടയ്ക്ക് ഒരു അനുകൂല വിധി സമ്പാദിച്ചത്. അപ്പൊ എല്ലാ കാര്യത്തിനും നമ്മൾ ഫൈറ്റ് ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത്. അത് നമുക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ വിഭാഗക്കാർക്കും ചോദിക്കുമ്പോൾ എല്ലാം കൊടുക്കുന്നതിൻ്റെ അവസ്ഥയാണ്. അവിടെയാണ് നമ്മുടെ ഒരു പങ്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ഒരു പങ്ക് നിർണായകമാണ്. നമ്മൾ ഈ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തണം. നമ്മുടെ സംഘടനയുടെ ആഹ്വാനമനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. നിർണായക സന്ദർഭങ്ങൾ വരുമ്പോൾ നായർ സർവീസ് സൊസൈറ്റിക്ക് വ്യക്തമായ രാഷ്ട്രീയമില്ല. പക്ഷേ നായർ സമുദായങ്ങൾക്കുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടേതായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാം. പക്ഷെ നിർണായക സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ സംഘടനയുടെ, നമ്മുടെ സമുദായത്തിൻ്റെ, നമ്മുടെ മതത്തിൻ്റെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാം ഒരു വെല്ലുവിളികൾ വരുമ്പോൾ അതിനെതിരെ അന്ന് നമ്മുടെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാനും ആലോചിക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും നമുക്ക് കഴിയണം. അങ്ങനെ ഒരു സമുദായമായിട്ട് നമുക്ക് വളരാൻ കഴിയും. ഇന്ന് ബാക്കിയുള്ളവരെല്ലാം ഈ രാജ്യത്ത് പലതും നേടിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം നേടുന്നത് അവർ സംഘടിത ശക്തിയായതുകൊണ്ടാണ്. അവരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കുമോ, അവരുടെ മതത്തിനെതിരെ ഉന്നയിക്കുമോ, അവരുടെ സമുദായത്തിനെതിരെ ഉന്നയിക്കുമോ, അവരുടെ ആവശ്യങ്ങൾക്കെതിരെ ഉന്നയിക്കുമോ, അവർ ചോദിക്കും മുമ്പേ എല്ലാവരും മത്സരിച്ച് കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അവരെല്ലാം സംഘടിത ശക്തികളും വോട്ട് ബാങ്കുകളുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ട, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും തരാൻ എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറല്ല എന്നുള്ളതാണ്. ഓരോ കാര്യവും നമ്മൾ ബഹുമാനായ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ശക്തമായ നിലപാടുകളും ശക്തമായി ഫൈറ്റ് ചെയ്താണ് ഓരോ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നത്, നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ നിലപാടുകൾ മാറ്റിക്കൊണ്ട് നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് നമ്മുടെ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് വളരാൻ കഴിയണം. നമ്മളൊരു സംഘടിത ശക്തിയായി വളരണം. നമ്മുടെ സംഘടനയുടെ നിലപാടുകളോടൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് സംഘടനയ്ക്ക് പൂർണ്ണ ബലം നൽകിക്കൊണ്ട് നമ്മൾ സംഘടിത ശക്തിയായി രൂപപ്പെടാൻ കഴിയണം. അതിനെല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ നിങ്ങളോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ആലപ്പുഴ താലൂക്ക് NSS യൂണിയൻ ആലപ്പുഴയിൽ എനിക്കും ആലപ്പുഴയായിട്ട് എൻ്റെ വൈഫുമായിട്ടുള്ള ചില കുടുംബ ബന്ധങ്ങളുണ്ട്. വളരെ അടുത്ത ബന്ധുക്കളെല്ലാം എൻ്റെ ഉണ്ട്. എനിക്കിവിടെ വരാൻ അതിയായ സന്തോഷമുണ്ട്. ആലപ്പുഴ താലൂക്ക് യൂണിയന് വരും വർഷങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ. അവരുടെ പല ആശയങ്ങളും ഓർക്കൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു. ബഹുമാനായ യൂണിയൻ പ്രസിഡന്റ് അതെല്ലാം തന്നെ മഹാനായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെയും ജഗദീശൻ്റെയും ചിത്രകവി സ്വാമി തിരുവള്ളിയുടെ എല്ലാ അനുഗ്രഹത്തോടു കൂടി അതെല്ലാം വരും വർഷങ്ങളിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വലിയൊരു ഒരു സംശയം തന്നെ നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ഈ താലൂക്ക് ഭാരവാഹികളെല്ലാം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയ നിങ്ങളേവരോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ്റെ പുതിയ മന്ദിര ഉദ്ഘാടന സമ്മേളനം ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. അടുത്തതായി മുഖ്യ പ്രഭാഷണത്തിനായി ബഹുമാന്യനായ നായർ സർവീസ് സൊസൈറ്റി കരയോഗം രജിസ്ട്രാർ ശ്രീ EB ശശിധരൻ നായർ സാറുകളെ ക്ഷണിച്ചു. ഈ സമ്മേളനം നേരത്തെ സൂചിപ്പിച്ചു സമയബന്ധിതമായിട്ട് ഉടൻ തന്നെ അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് ആരും തന്നെ ഹാള് വിട്ടു പോകരുത്. അതുപോലെ ഹാളിന് പുറത്ത് ഉള്ള അംഗങ്ങൾ ഹാളിനുള്ളിലേക്ക് കടന്നിരിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും താലൂക്ക് യൂണിയൻ്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു തന്ന ആരാധനായ നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം NSS താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റുമായ ശ്രീ
എം സംഗീത് കുമാർ സാർ അവർ, ഈ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ പി രാജഗോപാൽ പണിക്കർ സാർ അവർ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി ഏകാനന്ദൻ നായർ സാർ അവർ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന വനിതാ യൂണിയൻ്റെ ബഹുമാന്യയായ പ്രസിഡന്റ് ഡോക്ടർ പി എം രമാദേവി അവർ, താലൂക്ക് യൂണിയൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ പി ജെ ജയമോഹൻ അവർ, താലൂക്ക് യൂണിയൻ്റെ അഭ്യന്തര കമ്മിറ്റി അംഗങ്ങൾ, വനിതാ യൂണിയൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഹരിയോഗത്തിലെയും വനിതാ സമാജത്തെയും സ്വാശ്രയ സംഘത്തിലെയും ഒക്കെ പ്രതിനിധികൾ, മറ്റ് സുഹൃത്തുക്കൾ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഹരിയോഗത്തിൻ്റെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ ഉണ്ണികൃഷ്ണൻ, ചേർത്തല താലൂക്ക് യൂണിയൻ്റെ അഡീഷണൽ സെക്രട്ടറി ശ്രീ നിഖിൽ, കലയന്നൂർ താലൂക്ക് യൂണിയൻ്റെ അഡീഷണൽ ഇൻസ്പെക്ടർ ശ്രീ രാജ്നാഥ്, ഈ താലൂക്ക് യൂണിയൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്ന ശ്രീ ചന്ദ്രശേഖർ കുറുവാറുകൾ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അങ്ങനെ ആദ്യമായിട്ട് പുതുതായി പണി പൂർത്തീകരിച്ച് വളരെ മനോഹരമായ താലൂക്ക് യൂണിയൻ്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് നമുക്ക് കയറാൻ സാധിച്ചതിനുള്ള സന്തോഷം അറിയിക്കട്ടെ. ഈ മനോഹരമായ സൗധം പണിയുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഈ താലൂക്ക് യൂണിയൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റിനും ഭരണസമിതി അംഗങ്ങൾക്കും സെക്രട്ടറിമാർക്കും അവരെ പിന്താങ്ങിയ ഹരിയോഗത്തിൻ്റെയും വനിതാ സമാജത്തിൻ്റെയും ഭാരവാഹികൾക്കും ഞാൻ എല്ലാവിധ ആശംസകളും നന്ദിയും ആദ്യമായി അറിയിക്കുന്നു. ഈ മന്ദിരം കണ്ടപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു, വളരെ സൗകര്യപ്രദമായിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് നമ്മുടെ ആചാര്യൻ വർഷങ്ങൾക്ക് മുമ്പ് നായർ സർവീസ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസ് പണിത അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഹെഡ് ഓഫീസ് നായർ സർവീസ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിനെ പോലെ ആയിരിക്കണം എന്നാണ്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് പോലെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ ഓഫീസിൽ വരുന്ന ആൾക്കാർ വന്നിറങ്ങുന്ന കാറുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമായിരിക്കണം ഞാൻ കാണുന്നത് എന്നാണ് നമ്മുടെ ഹെഡ് ഓഫീസ് പണിതുകൊണ്ടിരുന്ന അവസരത്തിൽ ആചാര്യൻ വിഭാവനം ചെയ്തത്. ഞാൻ പറയുന്നത് നമ്മുടെ താലൂക്ക് ഓഫീസും ആചാര്യൻ ലക്ഷ്യമിട്ട രീതിയിൽ തന്നെയാണ് നമ്മുടെ ഹെഡ് ഓഫീസ് ഇന്ന് പ്രവർത്തിക്കുന്നത്. 12ഓളം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വിവിധങ്ങളായ പദ്ധതികളും പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്യുന്ന ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നായർ സർവീസ് സൊസൈറ്റി ഹെഡ് ഓഫീസിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും വന്നാൽ കാണാം. ആ കോമ്പൗണ്ടിലേക്ക് കയറി കഴിയുമ്പോൾ പ്രത്യേകമായ ഒരു ഐശ്വര്യവും ഭംഗിയും ഒക്കെ അനുഭവപ്പെടുന്നത് കേൾക്കാറുണ്ട്. ആ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ താലൂക്കിൻ്റെ ബിൽഡിങ്ങും അല്ലെങ്കിൽ ഓഫീസും. നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ വിവിധങ്ങളായ പദ്ധതികൾ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള വിവിധങ്ങളായ പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്, അതേപോലെ സാധിച്ചു വരുന്നുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ താലൂക്കുകളിലാണ്. അപ്പോൾ ആ താലൂക്കിൻ്റെ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു താലൂക്ക് ഓഫീസ്, ഗവൺമെൻറ്റിൻ്റെ ഒരു താലൂക്ക് ഓഫീസ് ചെല്ലുന്നത് പോലെ വിവിധങ്ങളായ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്ന വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന നമ്മുടെ സമുദായങ്ങൾക്ക് സഹായം എത്തിക്കുന്ന ഒരു ഓഫീസായിട്ട് നമ്മുടെ താലൂക്ക് ഓഫീസ് മാറണം. നമ്മുടെ താലൂക്ക് ഓഫീസിൽ സംഘടനാ പ്രവർത്തനം മാത്രമല്ല, നമ്മുടെ ആരാധനായ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ തന്നെ വിവിധങ്ങളായ പദ്ധതികൾ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള വിവിധങ്ങളായ പരിപാടികളൊക്കെ തന്നെ നമ്മുടെ ആരാധനായ നമുക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞ ഒരു കാര്യം സ്ത്രീ ശാക്തീകരണം ബന്ധപ്പെട്ടത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 2006 നമ്മൾ തുടങ്ങി സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കണം. ആ സ്വയം സഹായ സംഘങ്ങൾ നമ്മുടെ വനിതാ സമാജത്തിൻ്റെ അംഗങ്ങളായിരിക്കണം. അവർക്ക് ഒരു സംഘങ്ങൾ രൂപീകരിക്കണം. 10 മുതൽ 20 വരെയുള്ള അംഗങ്ങളായിരിക്കും അതിനകത്ത്. അവർക്ക് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വായ്പ കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം അന്ന് വിഭാവനം ചെയ്തു. പിന്നെ കേരളത്തിൽ
തന്നെ ഇന്ന് കേരളത്തിൽ 20,000-ലധികം വനിതകളുടെ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ക്രയവിക്രയം ചെയ്യുന്ന തുക എന്ന് പറഞ്ഞത് 4,500 കോടി രൂപയിലധികം ക്രയവിക്രയം ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് നമ്മുടെ വനിതാ ശാക്തീകരണ പദ്ധതി. ആ പദ്ധതി സ്ത്രീ ശാക്തീകരണം എങ്ങനെയാണ് കരിയോട് തലത്തിൽ നടപ്പിലാക്കണം എന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ സംഘങ്ങളെ ശക്തിപ്പെടുത്തണം. കരിയോഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ സംഘങ്ങളെ ശക്തിപ്പെടുത്തണം. ആ പരിപാടിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കൂടുതൽ സംഘങ്ങൾ രൂപീകരിക്കുക, നിർജ്ജീവമായ സംഘങ്ങളൊക്കെ പുനരുദ്ധരിക്കുക, ഓരോ സംഘത്തിനും അവർക്ക് ആവശ്യമുള്ള വായ്പയൊക്കെ ബാങ്കിൽ ലഭ്യമാക്കി കൊടുക്കുക, ഓരോ സംഘത്തിലും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്യണം എന്ന് കണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അതിനുള്ള സഹായം ചെയ്തു കൊടുക്കണം എന്ന് ആ രീതിയിലുള്ള സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെയുള്ള ഉയർച്ച അതിലൂടെ നേടിയെടുത്ത് ഓരോ സ്ത്രീകളെയും ശക്തിപ്പെടുത്തുന്ന ഒരു പദ്ധതിയിലേക്ക് വിഭാവനം ചെയ്തു നമ്മുടെ ജനറൽ സെക്രട്ടറി. അത് നമ്മുടെ താലൂക്കുകളുടെ സംവിധാനമുണ്ട്. താലൂക്കിൽ നമുക്ക് MSS ഉണ്ട്, അതിൽ പ്രവർത്തിക്കാൻ ആൾക്കാരുണ്ട്. അതിന് ആവശ്യമായ സാമ്പത്തിക പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി ബാങ്കുകളെ ഇടപാട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സെക്രട്ടറി ഇവിടെ പറഞ്ഞ മുന്നോട്ട് പ്രദേശം കോർപ്പറേഷൻ നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ സമ്മർദ്ദം മൂലം ഗവൺമെൻറ് രൂപീകരിച്ച സംവിധാനമാണ് മുന്നോട്ട് സമുദായ ക്ഷേമ കോർപ്പറേഷൻ. മുന്നോട്ട് സമുദായം എന്ന് പറയുന്നത് സർവ്വജനോ നമ്മുടെ നായന്മാർ മാത്രമല്ല, വിവിധങ്ങളായ മറ്റ് സമുദായങ്ങളെല്ലാം ഉണ്ട്. ആ സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കത്തിരിക്കുന്നവരുടെ ക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് രൂപീകരിച്ച സംവിധാനമാണ് മുന്നോട്ട് സമുദായ ക്ഷേമ കോർപ്പറേഷൻ. ആ കോർപ്പറേഷൻ രൂപീകരിക്കുകയും ആ കോർപ്പറേഷനിലൂടെ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഇന്ന തരത്തിൽ വേണം എന്ന് പറയുകയും ഒക്കെ ചെയ്ത് നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറിയാണ്. ആ കോർപ്പറേഷനിലെ നമ്മുടെ സംഘങ്ങൾക്ക് കൊടുക്കുന്ന വിവിധങ്ങളായ സഹായ പദ്ധതികളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന പദ്ധതികളുണ്ട്. സാറിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ തന്നെ ഇന്ന രീതിയിൽ വേണം, ഇന്ന രീതിയിലോട്ട് വന്നാൽ നമ്മുടെ ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകും എന്ന് പറയുകയും അത് നടപ്പിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ താലൂക്കുകളുടെ ഓഫീസിൽ സംവിധാനമുണ്ട്. അത് MSS എന്നുള്ള സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെ നമ്മുടെ ആളുകൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വം താലൂക്കുകളുടെ ഭാരവാഹികൾ ഏറ്റെടുക്കണം എന്നാണ് പറയപ്പെട്ടത്. മറ്റൊരു പ്രധാനമായ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നായർ സർവീസ് സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ഈ ആധ്യാത്മിക പഠന കേന്ദ്രം. ഞാനിത് പറയാൻ കഴിയും. ആധ്യാത്മിക പഠന കേന്ദ്രം എന്ന് പറയുന്നത് ആധ്യാത്മികമല്ല, തന്ത്രവിദ്യാപീഠം. തന്ത്രവിദ്യാപീഠം എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നായർ സർവീസ് സൊസൈറ്റി നടപ്പിലാക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. തന്ത്രവിദ്യാപീഠം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പൂജ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ്. ഈ പൂജ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ 10 വർഷം മുമ്പാണ് തുടങ്ങിയത്. 13ാമത്തെ ബാച്ചാണിപ്പോൾ. ഈ അന്ന് തുടങ്ങിയ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ കരയോഗത്തിൻ്റെ താലൂക്കിൻ്റെയും MSSൻ്റെയും നേതൃത്വത്തിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്യുന്നത് നമ്പൂതിരിമാരാണ്. ആ നമ്പൂതിരി വിഭാഗത്തിലുള്ള ആൾക്കാർ ഈ പൂജ കർമ്മങ്ങൾക്ക് കിട്ടാതെ വന്ന അവസരത്തിലാണ് നമ്മുടെ ആൾക്കാർക്ക് എന്തുകൊണ്ട് പൂജ പഠിച്ച് പൂജാരിമാരായിട്ടുള്ള ജോലിയിലേക്ക് വന്നുകൂടാ എന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തന്ത്രവിദ്യാപീഠം തുടങ്ങാൻ തീരുമാനിച്ചത്. ഈ തന്ത്രവിദ്യാപീഠത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുന്ന് 1 വർഷത്തെ കോഴ്സാണ്. 9 മാസം പഠിപ്പിക്കും. അത് കഴിഞ്ഞ് 3 മാസം വിവിധ ക്ഷേത്രങ്ങളിൽ അവർക്ക് പ്രായോഗിക പരിശീലനം കൊടുക്കും. നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ സിലബസ് നമ്മുടെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. ഈ തന്ത്രവിദ്യാപീഠം തുടങ്ങിയ സമയത്ത് പറയുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ ജനറൽ സെക്രട്ടറി ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ തന്ത്രവിദ്യാപീഠം തുടങ്ങി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, ആ തന്ത്രവിദ്യാപീഠത്തിൻ്റെ സിലബസ് അനുസരിച്ച് തന്ത്രഭൂഷണം എന്നൊരു സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുക. ആ സർട്ടിഫിക്കറ്റിന് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അംഗീകാരം കൊടുക്കുന്നുണ്ട്. മനസ്സിലായി. അപ്പോൾ തന്ത്രഭൂഷണം സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കുട്ടിക്ക് ദേവസ്വം ബോർഡിൻ്റെ 5 ദേവസ്വം ബോർഡുണ്ട്, തിരുവനന്തപുരമുണ്ട്, കൊച്ചിയുണ്ട്, മലബാറുണ്ട്, ഗുരുവായൂരുണ്ട്, അതുപോലെ കൂടൽമാണിക്യമുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ ഈ ദേവസ്വം ബോർഡിന് കീഴിൽ ഉള്ള ക്ഷേത്രങ്ങളിലെ പൂജാരിമാരായ ശാന്തിമാരായിട്ടുള്ള നിയമനത്തിന് നമ്മൾ കൊടുക്കുന്ന ഈ തന്ത്രഭൂഷണ സർട്ടിഫിക്കറ്റ് അംഗീകാരമുണ്ട്. നമ്മുടെ ധാരാളം കുട്ടികൾക്ക് ദേവസ്വം ബോർഡിലെ നിയമനം കിട്ടിയിട്ടുണ്ട്. അവർ ദേവസ്വം ബോർഡിലെ എംപ്ലോയീസ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിലെ റിക്രൂട്ട്മെൻറ്റിൽ
10% മുന്നോക്ക സമുദായങ്ങളുടെ സാമ്പത്തികമായി മുന്നോക്കം കൊടുക്കുന്ന റോഡുണ്ട്. അത് നിങ്ങൾക്കറിയായിരിക്കും. അതൊക്കെ നേടിത്തന്നത് നമ്മുടെ ആരാധന ജനറൽ സെക്രട്ടറിയാണ്. നമുക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കാൻ കുട്ടികളെ കിട്ടുന്നില്ല. അതാണ് ഇപ്പോൾ ഒരു പ്രയാസം. ഞങ്ങൾ 13ാമത്തെ ബാച്ചാണ്. ഈ 7ാമത്തെ ബാച്ചിൽ 7 കുട്ടികൾ മാത്രമേ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ. 20 കുട്ടികളെങ്കിലും മിനിമം പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊണ്ട് ഈ കോഴ്സ് വളരെ സൗജന്യമായിട്ടാണ് നടത്തുന്നത്. അവിടെ പാസ്സാകുന്ന കുട്ടികൾ കോഴ്സിൽ ചേരുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് ഡിമാൻഡായി കഴിഞ്ഞു. ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് പൂജാരി വേണം എന്ന് പറയുന്നു. അവർക്ക് മിനിമം 25,000 ശമ്പളം കിട്ടുന്നു. ആ 25,000 രൂപയുടെ ഇരട്ടി രൂപ അവർക്ക് ദക്ഷിണയായി. അതൊക്കെ ശരിയാക്കില്ല. സാറിൻ്റെ തിരുവനന്തപുരം താലൂക്കിലാണെങ്കിൽ തൈക്കാട് ക്ഷേത്രമുണ്ട്. താലൂക്കുകളുടെ കീഴിലുള്ള ശാസ്ത്ര ക്ഷേത്രമാണ്. അവിടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. താലൂക്കുകളിൽ ഇരിക്കുന്ന സ്ഥലത്തിൽ ക്ഷേത്രമുണ്ട്. അവിടെ നമ്മുടെ കുട്ടികളെ പൂജ ചെയ്യുന്നുണ്ട്. ആ കുട്ടികളൊക്കെ തന്നെ വളരെ സാമ്പത്തികമായി മുന്നോട്ടായി കഴിഞ്ഞു. ഞാൻ തിരുവനന്തപുരത്തൊക്കെ പോകുന്ന സമയത്ത് അവരാണ് ചിലപ്പോൾ അവരുടെ കാലം കൊണ്ട് തന്നെ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ വിളിക്കുന്നത്. അതുപോലെ അവർ നല്ല നിലയിലേക്കാക്കിയത്. അപ്പോൾ അങ്ങനെയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സർവീസ് സൊസൈറ്റി ചെയ്യുന്നുണ്ട്. അവിടെ താല്പര്യമുള്ള കുട്ടികൾ താല്പര്യമാണ് കുറ്റ പഠിച്ച് പുനരുമാരായി ജോലി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണ്. SSLC പാസ്സായാൽ മതി, 21 വയസ്സ് പ്രായം മതി. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികൾ ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അവർ സൽസ്വാഭാവികളായിരിക്കണം. ഒരു പൂജാരിയുടെ ഒരു ക്വാളിഫിക്കേഷൻ വേണം. പൂജ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ പറഞ്ഞുവിടാം, അവർക്ക് പഠിപ്പിക്കാം. അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ 5 വർഷമൊക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ജോലിയുടെ ശമ്പളം 5,000 രൂപയാണ്. അത് കിട്ടാൻ വേണ്ടി നിവർത്തി ആ സ്ഥാനത്ത് ഈ ഒരു വർഷത്തെ പരിശീലനം കഴിഞ്ഞ് വളരെ സൗജന്യമായിട്ടുള്ള പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പ്രവർത്തിക്കാനാണ്. ഈ കഴിഞ്ഞ ബാച്ച്മാനുള്ള 7 പേരാണ്. 7 പേർക്ക് ബുക്ക് ചെയ്തു. 7 പേർക്കും 25,000 രൂപ ശമ്പളം വെച്ച് കൊടുക്കാം എന്നുള്ള രീതിയിൽ തിരിച്ചു. ശമ്പളം മാത്രമല്ല, താമസ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ പൂജയിലുള്ള പ്രാവീണ്യം കാണുമ്പോൾ 10 കൂടുതൽ അവരുടെ താല്പര്യമാണ്. അവർക്ക് ദക്ഷിണ കിട്ടും. അതൊക്കെ ഒരു 15,000 രൂപയെങ്കിലും മിനിമം വരുമാനമുള്ള ഒരു ജോലിയായിട്ട് മാറ്റുകയും ചെയ്യും. ആ കുടുംബം രക്ഷപ്പെടുകയും അതുപോലെ പൂജാരിമാരുടെ ഒരു വീട് എന്ന് പറയുന്ന ഒരു ബഹുമാനം അവരുടെ നാട്ടുകാരെ ലഭിക്കുകയും അത് പറഞ്ഞുള്ള മറ്റു കാര്യമാണ്. അതുപോലെ എനിക്ക് പറയണമെന്നൊരു കാര്യമാണ്. നമ്മുടെ താലൂക്കിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് മനോഹരമാണ്. ആ ഓഫീസ് എപ്പോഴും സജീവമായിരിക്കണം. ഫയർ സർവീസ് സൊസൈറ്റിയിലെ എല്ലാ പദ്ധതികളും പരിപാടികളും ഒക്കെ അവിടെ കോർഡിനേറ്റ് ചെയ്യണം. എപ്പോഴും ആൾക്കാർ വന്നിരിക്കുന്ന ഓഫീസായിരിക്കും. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ ഓഫീസ് മാറും. നമുക്കറിയാം, നമ്മുടെ കരയോഗങ്ങളാണ് നമ്മുടെ ബേസിക് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു 55 കരയോഗമുണ്ട്. അതുപോലെ തന്നെ 412 സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കരയോഗങ്ങളിലും വനിതാ സമാജങ്ങളും 32 സ്ഥലത്ത് ബാലസമാജങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഈ നമ്മുടെ അടിസ്ഥാന യൂണിറ്റുകളാണ്. നമ്മുടെ കരയോഗം നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കരയോഗത്തിന് എല്ലാവിധ ചുറ്റവട്ടങ്ങളും ഉണ്ടായിരിക്കണം. ഇപ്പം രജിസ്ട്രാർ എന്നുള്ളത് എനിക്ക് ഉള്ള ഒരു നിങ്ങളോട് പറയാനുള്ള കാര്യം, പലപ്പോഴും നമ്മൾ വരുന്ന കരയോഗത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളാണ്. ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അമ്പലമുള്ള കരയോഗവുമായിട്ട് നടക്കുന്ന കണക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള കേസുകളെ വഴക്കുകൾ, ഇതിനൊക്കെ അപൂർവമായിട്ട് നമ്മുടെ ആ കരയോഗ അതിർത്തിയിലുള്ള നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം കരയോഗത്തിൻ്റെ ഭാഗമാണ്. അതിനുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഹെഡ് ഓഫീസ് തലത്തിലും നമ്മുടെ സംഗീത സ്ഥാൻ ഉൾപ്പെടുന്ന നമ്മുടെ നേതൃത്വം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യണം. ഈ പറയുന്ന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ സ്കോളർഷിപ്പ് പദ്ധതിയുണ്ട്. നമ്മുടെ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള സ്കോളർഷിപ്പ് കൊടുക്കുന്ന പദ്ധതിയുണ്ട്. ഇതിൻ്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഇതിനെ ആപ്ലിക്കേഷൻസ് കിട്ടുന്നില്ല എന്നാണ് കോർപ്പറേഷൻ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളറിയണം. നമ്മുടെ കരയോഗ മീറ്റിംഗുകൾ കൂടുമ്പോൾ ഇങ്ങനെയുള്ള പദ്ധതിയുണ്ടെന്നും അത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് പ്രയോജനമുണ്ടെന്നും അതിന് ആപ്ലിക്കേഷൻ സമയത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യിക്കണം. അതുപോലെ വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനം വിവിധങ്ങളായ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അവർ ചെയ്ത സ്കിൽ പ്രോജക്റ്റ് എന്ന് പറയുന്ന അതിൻ്റെ 30% വരെ ക്യാപിറ്റൽ സബ്സിഡി കൊടുക്കുന്ന സ്കീമുകളാണ്. 30% മുതൽ 60% വരെ അവരെടുക്കുന്ന ബാങ്ക്
2 പശുക്കളെ വാങ്ങി വായ്പ കിട്ടുക. അത് 30% 36,000 രൂപ സബ്സിഡിയായിട്ട് ആദ്യം തന്നെ കിട്ടുന്ന പരിപാടികളൊക്കെ. ഇത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഈ പ്രാവശ്യം ഒരു അപേക്ഷ പിടിച്ചപ്പോൾ അതിന് അപേക്ഷയില്ലായിരുന്നു. 7 കോടി രൂപ ഗവൺമെൻറ് അതിന് വേണ്ടി അലോട്ട് ചെയ്തെന്നുള്ളത്. ആ അലോട്ടിന് കഴിഞ്ഞ ദിവസം വരെ വിളിച്ചപ്പോൾ 2 കോടി രൂപയ്ക്കാണ് ആപ്ലിക്കേഷൻ പോലും ഇതുവരെ ഇല്ലാതാവുന്നത്. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടല്ല, നമ്മുടെ ആൾക്കാരില്ലാത്തതുകൊണ്ടല്ല. ഇതുപോലെ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ഈ ജോലിക്ക് താല്പര്യമുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പശു വളർത്തുണ്ട്, ആട് വളർത്തുണ്ട്, കോഴി വളർത്തുണ്ട്, കോഴ്സിൽ നിധി കമ്പനി എന്ന് പറയുന്ന പ്രോജക്റ്റുണ്ട്. ഇതിനൊക്കെ ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയിക്കുന്നില്ല. അപ്പോൾ ആ അറിയിക്കാനുള്ള എന്താ പറ്റുന്നത്? ഗവൺമെൻറ് 7 കോടി രൂപ തരുന്നു. അതിനകത്ത് നമുക്ക് ഉപയോഗിക്കുന്നവരുടെ 2 കോടി രൂപയാണെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയും ആ ആൾക്കാരില്ല, അതുകൊണ്ട് അടുത്ത വർഷത്തെ അലോട്ട്മെൻറ്റ് ഒരു 3 കോടി മതി എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് കിട്ടേണ്ട ആ പൈസ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആ പ്രയോജനം നമ്മുടെ ആൾക്കാർ കിട്ടാതെ പോകും. അത് നമ്മുടെ കരയോഗ പ്രവർത്തനത്തിൽ നമ്മൾ വേണ്ട കാര്യം. നമ്മൾ ഈ മീറ്റിങ്ങൾ കൂടുമ്പോൾ ഈ കാര്യങ്ങൾ ആലോചിക്കുകയും അതൊക്കെ നടപ്പിലാക്കുകയും ചെയ്യുക. ഇതൊക്കെ നമുക്ക് നേതൃത്വം നമുക്ക് വേണ്ടി നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടി ചെയ്തു തീർത്ത കാര്യങ്ങൾ. അത് പ്രയോജനീകരിക്കണം എന്നുണ്ടെങ്കിൽ താലൂക്കുകളിൽ അത് കോർഡിനേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കരയോഗങ്ങൾ അത് നമ്മുടെ ആൾക്കാരെ എത്തിച്ച് അത് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് വരണം. 1-2 കാര്യങ്ങൾ പറയേണ്ടി നിർത്താം. ആൾക്കാർക്ക് പോകാൻ വരികയാണെങ്കിലും കരയോഗ പ്രവർത്തനത്തിന് ഞാൻ പറഞ്ഞത് കരയോഗത്തിൻ്റെ യൂണിറ്റുകളാണ് നമ്മുടെ സമാജം പ്രവർത്തിക്കണം. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സംഘങ്ങൾ പ്രവർത്തിക്കണം. ഇവിടെ 412 സംഘങ്ങൾ ഈ 54 കരയോഗത്തിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്രട്ടറി പറഞ്ഞ 312 സംഘങ്ങളെ പ്രവർത്തിക്കുന്നുള്ളതാണ്. അത് വളരെ ചെറിയ നിസ്സാരമായ കാര്യമല്ല. സംഘങ്ങൾ രൂപീകരിച്ച് കഴിഞ്ഞാൽ അവർ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അത് നിർത്തി അവരുടെ കണക്കുകളെല്ലാം ക്ലോസ് ചെയ്ത് കരയോഗത്തെ ക്ലോസ് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ അവർ കൈകാര്യം ചെയ്യുന്ന പണമാണ്. നമ്മുടെ ആൾക്കാരിൽ പൈസ വാങ്ങിച്ച് സമ്പാദ്യമായ പൈസയൊക്കെ വാങ്ങിച്ച് ബാങ്കൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് അവരെ കൊണ്ട് ലോൺ മേടിപ്പിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു മിനി ബാങ്കാണ് ഓരോ സംഘം എന്ന് പറയുന്നത്. ആ സംഘത്തിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചു പോയി എന്ന് പറയുമ്പോൾ ആ പണമൊക്കെ ഇവിടെ പോയി എന്ന് ശ്രദ്ധിക്കുന്നു. അവർ മന്ദീഭവിച്ചു പോയി പറഞ്ഞ് സെക്രട്ടറി പ്രസിഡന്റൊക്കെ വീട്ടിൽ ഇരുന്നാൽ പോരാ. ആ പണം, വാങ്ങിയ പണം അല്ലെ കട കൊടുത്ത പണം ഒക്കെ എവിടെ ചോദ്യം വരും. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം, അത് നന്നായി പ്രവർത്തിക്കണം. അത് ഒന്നാമത്തെ കാര്യം. നന്നായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, കാരണവശാലും സാധിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം നിർത്തണം. നിർത്തുന്ന എങ്ങനെയാണ്? ആ കടബാധ്യതകളും എല്ലാ സാമ്പത്തിക ബാധ്യതകളും നമ്മുടെ കരയോഗത്തിനെ ബോധ്യപ്പെടുത്തി അവർക്ക് വീതിസ്ഥലം കൊടുത്ത് അങ്ങനെ ക്ലോസ് ചെയ്യണമെന്നല്ല പറയുക, പ്രവർത്തിക്കണമെന്നാണ് പറയുക. 12 സംഘമല്ല, അതിൽ കൂടുതൽ സംഘങ്ങൾ രൂപീകരിക്കുകയും ആ സംഘങ്ങളിലൂടെ നമ്മുടെ ആൾക്കാർക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അത് താലൂക്കുകളിൽ പ്രവർത്തനം. താലൂക്കുകളിൽ സംവിധാനം നല്ല സ്ട്രോങ്ങായിട്ട് ഉണ്ടായിരിക്കണം. എനിക്കറിയാമല്ലോ നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ വായ്പ കൊടുക്കലും വാങ്ങലും സംരംഭം ആരംഭിക്കലും എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ വളർത്തിയെടുക്കുകയാണ്. അല്ലേ? നിങ്ങൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും അല്ലെങ്കിൽ സ്നേഹമൊക്കെ അറിയുകയൊക്കെ ചെയ്യുന്ന ഒരു വേദിയാണ് നമ്മുടെ ഈ സംഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വളർത്തിയെടുക്കണം. വായ്പ ആവശ്യമില്ലാത്തവർ കാണും, സംരംഭം തുടങ്ങേണ്ട ആവശ്യമില്ലാത്തവർ കാണും. പക്ഷേ അവർക്ക് അവിടെ വന്ന് നമ്മുടെ ആൾക്കാരോട് സംസാരിക്കാനും അവരോട് കാര്യങ്ങൾ പറയാനും വീട്ടിലെ കാര്യങ്ങൾ പറയാനും ഒക്കെയുള്ള അവസരമാണ് നമ്മുടെ ഓരോ സംഘങ്ങളും. അതിലൂടെ എന്താണ് വേണ്ടുന്നത്? നമ്മുടെ സംഘടനയാണ് മനസ്സിലാക്കുന്നത്, നമ്മുടെ സംഘടനയ്ക്ക് ശക്തിയാണ് വളരുന്നത്. ഇവർ 412 സംഘങ്ങളുണ്ടെങ്കിൽ അതിൽ എത്രയോ അംഗങ്ങളുണ്ടായി. 15 പേര് കുട്ടിയാണെങ്കിൽ 6000 അംഗങ്ങൾ നമ്മുടെ സംഘത്തിലെ മെമ്പർമാരാണ്. 6000 എന്ന് പറഞ്ഞാൽ 6000 കുടുംബങ്ങളാണ്. ആ സ്ത്രീകൾ വന്ന് മുന്നോട്ട് വരുമ്പോൾ പുരുഷന്മാരുടെ കൂടെ വരും. ആ ഓരോ കുടുംബവും ഈ നമ്മുടെ സംഘടനയുടെ പുറകിൽ നിൽക്കുന്ന ഒരു മഹാശക്തിയായി മാറ്റിയെടുക്കാം. ആ കാര്യമാണ് നമ്മൾ അറിയുന്നത്. ചിലപ്പോൾ വായ്പ വേണ്ടായിരിക്കും, സംരംഭം തുടങ്ങേണ്ടായിരിക്കാം. പക്ഷേ അവരുടെ സ്നേഹവും അവരുടെ കൂട്ടായ്മയും വളർത്തിയെടുക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെടുന്നത് ഈ സംഘത്തിൽ വരിക, അവരുടെ യോഗത്തിൽ പങ്കെടുക്കുക, കാര്യങ്ങൾ സംസാരിക്കുക, ഓഫീസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ജനറൽ സെക്രട്ടറി
ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചാണ് ലഹരി വിരുദ്ധ ദിനം. ലഹരി വിരുദ്ധ ദിനം നമ്മളെല്ലാ നിയമങ്ങളും ആചരിച്ചത് 10 ഡേ കൊടുത്തു. ആ ദിവസം കഴിഞ്ഞ മാസം 12-ാം തീയതി 3 മണിക്ക് എല്ലാ കരിയോഗങ്ങളിലും ഒരു യോഗം വിളിച്ചു ചേർക്കണം. ലഹരിയുടെ ഉപയോഗത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റി നമ്മുടെ ആൾക്കാരെ ബോധവൽക്കരിക്കണം എന്നദ്ദേഹം. പക്ഷെ ആ ഒരു യോഗം കൊണ്ട് മാത്രമായില്ല, അതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കരിയോഗം വിചാരിച്ചാൽ എല്ലാ മാസവും നമ്മൾ കുടുംബ യോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഈ വിഷയം ഏറ്റവും അധികമായി ഏറ്റവും വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ് ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് പറയും. അതിൻ്റെ ദോഷവശങ്ങൾ നമ്മളിപ്പോൾ പ്രായമുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ തീരെ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾ വരും. 2, 3, 4 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും അത് കഴിഞ്ഞ് കോളേജിലേക്ക് വരുന്നത് കുട്ടികളൊക്കെയാണ്, അല്ലെങ്കിൽ യുവാക്കളൊക്കെയാണ് ഇതിനെ അനുഭവപ്പെടുന്നത്. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മുടെ ഇടയിലൊക്കെ കാണാം. അപ്പം അതിനെ പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുക. അതുമായിട്ട് ബന്ധപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്, ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്. അതിനെ വിളിച്ചേർത്ത് നമ്മുടെ കുടുംബയോഗങ്ങളിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന കഴിഞ്ഞ ദിവസം എനിക്കൊരു വോയിസ് മെസ്സേജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവത്തിൽ ഈ കഴിഞ്ഞ 12-ാം തീയതി യോഗം നടന്നപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് ക്ലാസ്സിലൊക്കെ വിളിച്ച് അദ്ദേഹം തന്നെ ഒരാളാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് എന്നെ ക്ലാസ് എടുത്തു. അപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ ഈ അച്ഛന്മാരും അമ്മമാരും ഒക്കെ വളരെ സൗഹൃദം അങ്ങനെ പ്രശ്നം കേട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയില്ല, പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, അതുകൊണ്ട് സാറേ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, ഒരു ഫാമിലി കൗൺസിലർ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഞാൻ ക്ലാസ് കേൾക്കാൻ പോയി. അപ്പം അവർ ആ ലോകത്തിൽ പല ആൾക്കാരും ഇങ്ങനെ സ്വകാര്യമായി പല കാര്യങ്ങളും പറയുന്നത് ഉണ്ട്. അപ്പം അതൊക്കെ പല വീടുകളിലുണ്ട്. അപ്പം അത് ഇന്നത്തെ കാലത്തിൻ്റെ ദോഷവശമാണ്. അതൊക്കെ മാറ്റിയെടുക്കാൻ നമ്മുടെ കരയോഗ പ്രവർത്തകർക്ക് സാധിക്കും. കരയോഗത്തിൽ നടക്കുന്ന കുടുംബയോഗങ്ങൾ തീർച്ചയായിട്ടും ഒരു അജണ്ടയായി വെച്ച് അതിൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ നിരന്തരമായിരിക്കണം. ഒരു ദിവസം പറഞ്ഞു പോകാനുള്ള രീതിയില്ല, അല്ലേ? ഈ ഇതിലൊക്കെ അഡിക്റ്റായിരിക്കുന്ന ആൾക്കാരെ മാറ്റുകയും വളരെ പ്രശ്നമാണ്. അപ്പം അതൊക്കെ ചിലപ്പം ഒരു ഗ്രൂപ്പായിട്ടുള്ള കൗൺസിലിംഗ് വേണ്ടിയും വ്യക്തിപരമായിട്ടുള്ള കൗൺസിലിംഗൊക്കെ വേണ്ടിയും അതൊക്കെ ചെയ്യാം നമ്മുടെ കരയോഗത്തിൽ. അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഓഫീസ് സംവിധാനം നമ്മുടെ താല്പര്യമുണ്ടായിരിക്കണം. അതൊക്കെയാണ് നമുക്ക് പ്രവർത്തിക്കേണ്ട മേഖല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി വളരെ ആഗ്രഹിച്ച് ആരംഭിച്ചാണ് ആ ഹൈവേ പഠനം. അത് ഹൈവേ പഠനം അറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞാൽ എല്ലാ കുട്ടികളെയും നമ്മൾ ഹിന്ദു സന്യാസിമാരാക്കി മാറ്റുക എന്നൊന്നുമല്ല. പക്ഷെ നമ്മുടെ മതവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ജാതിയും നമ്മുടെ NSSഉം അതിൻ്റെ ആചാര്യന്മാരും അതിൻ്റെ നേതൃത്വം ഒക്കെ ഇവരറിയണം. അറിഞ്ഞു വേണം കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ. അതിന് ഒരു വേദിയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ഈ കുട്ടികൾ, ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നല്ല മിടുക്കന്മാരായിരിക്കണം. അവർ ഏത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ തക്ക ധൈര്യമുള്ളവരാണ്. അതാണ് കരുതാൻ. അത് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ നമുക്കറിയാം, വിവാഹം കഴിച്ചാൽ രണ്ട് വീടുകളിൽ നിന്ന് ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ അവർക്ക് പല നിസ്സാര പ്രശ്നങ്ങൾ പോലും അഭിമുഖീകരിക്കാൻ കഴിയാത്തതാണ് പലരും. അങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതിൻ്റെ പേരിൽ നേരെ കുടുംബ കോടതിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ഇടയിൽ കൂടുതലായിട്ട് ഞാനിത് പറഞ്ഞ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ ഞാൻ തലശ്ശേരി കുറിച്ചിരുന്നപ്പോൾ അത് ഈ രാമായണ മാസമായിരുന്നു. ആ രാമായണ മാസത്തെ ഒരാൾ ക്ലാസ് എടുക്കുകയാണ്. ഇതിനെ പറഞ്ഞതെന്ന് വെച്ചാൽ രാമായണ മാസമാണ്, നമ്മൾ രാമായണം വായിക്കുകയാണ്. ആ രാമായണത്തിൽ എന്താണ് സീതാദേവിയെ പറ്റി പറയുന്നു. സീതാദേവി എന്താണ് എല്ലാ രാജകീയമായ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് സ്വന്തം ഭർത്താവിനോടൊപ്പം വനവാസത്തിന് പോകാൻ തയ്യാറായ സീതാദേവിയെയാണ് നമ്മുടെ രാമായണത്തിൽ കാണുന്നത്. അദ്ദേഹത്തിന് അറിയാവുന്നൊരു കേസ്, നല്ല പൈസയുള്ളൊരു വീട്ടിലെ പെൺകുട്ടി കല്യാണം കഴിച്ച് വീട്ടിൽ ഒരു ഭർത്താവിനെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ AC ഉണ്ട്. AC വർക്ക് ചെയ്യുന്നില്ല. AC വർക്ക് ചെയ്യാതെ വന്നപ്പോൾ മുതൽ തുടങ്ങിയ ആ ഇറിറ്റേഷൻ മനസ്സിലായോ? ഇറിറ്റേഷനിൽ മൂട്ട് അവസാനം കോടതിയിൽ പോയി കൈവരിച്ചു. മനസ്സിലായോ? അപ്പോൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും സഹിക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ ഒക്കെ നമ്മുടെ ആൾക്കാർക്ക് സാധിക്കുന്നില്ല.
അങ്ങനെയൊക്കെ വരുന്ന കുഞ്ഞുങ്ങളെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ധൈര്യമായി കഴിയാൻ ആണിനും പെണ്ണിനും സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു കുടുംബ ബന്ധം ആയി വരുള്ളൂ. അതിനൊക്കെ സാധിക്കും നമ്മുടെ ഈ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ. അത് നമ്മുടെ കരയോഗ പ്രവർത്തകരും വനിതാ സമാജത്തിലെയും സ്വാശ്രയ സമിതിയിലെയൊക്കെ ആൾക്കാർ വിചാരിക്കണം. അതിന് പ്രത്യേക സംവിധാനം നമ്മുടെ താലൂക്കുകളിൽ ഓഫീസിലുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അത് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ആൾക്കാരെ സഹായിക്കാൻ നമുക്ക് സാധിക്കും. അതൊക്കെ തന്നെ സംവിധാനവും നമുക്കുണ്ട്. അത് ഏറ്റെടുത്ത് നടത്താൻ ഉള്ള മനസ്സ് താലൂക്കുകളിൽ ഓഫീസിലും കരയോഗങ്ങളിലും ഒക്കെ ഉണ്ടായിരിക്കണം. നമ്മുടെ കരയോഗ പ്രവർത്തകരും വനിതാ സമാജത്തിലെ പ്രവർത്തകരും സ്വാശ്രയ സംഘത്തിലെ സഹോദരിമാരൊക്കെ ഈ കാര്യത്തിൽ സന്മനസ് കാണിക്കണം. ഈ താലൂക്കുകളിൽ പുതിയ കെട്ടിടത്തിനും അതിലെ എല്ലാവിധ സഹായിച്ച മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ ആശംസകളും നന്മയും അറിയിച്ചുകൊണ്ട് ഈ താലൂക്കുകളിൽ നന്നായി കേരളത്തിലെ മെച്ചപ്പെട്ട ഒരു താലൂക്കുകളിലായി മാറട്ടെ ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് ഉപഹാര സമർപ്പണമാണ്. താലൂക്ക് യൂണിയന്റെ ഉപഹാരം നൽകുന്നതിനായി യൂണിയൻ പ്രസിഡന്റ് ശ്രീ രാജമോഹൻ പിന്നറുകയും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ വിശിഷ്ട അതിഥികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തി തിരുവനന്തപുരത്ത് നിന്ന് യാത്രാവിക്രയിലെത്തിയ ശ്രീ സജീവ് കുമാർ സാറിന് ക്ഷണിക്കുന്ന ഉപഹാരം സ്വീകരിക്കാനാണ്. അടുത്തത് നമ്മുടെ രജിസ്ട്രാർ ശ്രീ ചന്ദ്ര സാറാണ്. സാറിനെ ഉപഹാരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. ഉപഹാരം നൽകാനായി നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് ശ്രീ രാജവാർത്തകളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ അനുഭവത്തോടുകൂടി തിരുവനന്തപുരത്ത് ചടങ്ങിൽ പങ്കെടുക്കാൻ ഒട്ടും താമസിയാതെ ഈ യോഗങ്ങൾ അവസാനിപ്പിക്കുന്നതാണ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് ബഹുമാന്യരായ അമ്പലപ്പുഴ താലൂക്ക് NSS വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ PM പരമാവധി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ജയമോഹൻ സാർ, താലൂക്ക് യൂണിയൻ ഭാരവാഹികളെ, വനിതാ സമാജ സ്വാശ്രയ സംഘം ഭാരവാഹികളെ, സേവനങ്ങളുടെ സഹപ്രവർത്തകരെ, നമ്മുടെ സ്വപ്ന പദ്ധതിയായ അമ്പലപ്പുഴ താലൂക്കിന്റെ സ്വപ്ന പദ്ധതിയായ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ഓരോരുത്തരുടെയും ഹൃദയം നിറഞ്ഞ സന്തോഷം രേഖപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽപ്പെട്ട ഓരോരുത്തരുടെയും ചിരകാല മോഹമായ ഈ കെട്ടിടം സാക്ഷാത്കരിച്ചതിൽ നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള പങ്കാളിത്തം വളരെ വലുതാണ്. കോവിഡ് മഹാമാരി പ്രളയവും ഉരുൾപൊട്ടലും അങ്ങനെയുള്ള എല്ലാ പ്രകൃതിക്ഷോഭങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയും. നമ്മുടെ ഈ സ്വപ്ന പദ്ധതി അമ്പലപ്പുഴ താലൂക്കിന്റെ സ്വപ്ന പദ്ധതിയായ ഈ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണവും അതിന്റെ ഉദ്ഘാടനവും ഇത്ര ഭംഗിയായി പെട്ടെന്ന് സാധിച്ചതിൽ നമ്മുടെ ഈ താലൂക്ക് യൂണിയന്റെ ഓരോ അംഗങ്ങൾക്കും ഉള്ള നിസ്വാർത്ഥമായ പങ്ക് വിവരിക്കാനാവുന്നതല്ല. അവരോടുള്ള നന്ദിയും കടപ്പാടും ഒരു കാലത്തും ഈ താലൂക്ക് യൂണിയന് ഇല്ലാതാക്കാൻ സാധിക്കില്ല. നായന്മാരുടെ ശക്തി എന്താണെന്നുള്ളത് ഈ ചെറിയ താലൂക്ക് കൊണ്ട് നമുക്ക് കാണിച്ചു. നായന്മാർക്ക് എന്ത് കഴിയും,
ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയും നമ്മുടെ പുതിയ മന്ദിരത്തിൽ സമുദായക്കാരൻ്റെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കുകയും ചെയ്ത ശ്രീ വി ഡി ശശിധരൻ അവർ ബഹുമാനായ സ്വാഗത ഭാഷകൻ ഡോക്ടർ പി ഗംഗാധരൻ താലൂക്കിൻ്റെ വൈസ് പ്രസിഡന്റ്, വനിതാ യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീമതി പി എൻ രമാദേവി, ബഹുമാനരായ താലൂക്ക് യൂണിയൻ്റെ ഭരണസമിതി അംഗങ്ങളെ, സൊസൈറ്റിയിലെ വൈസ്വഭാഗങ്ങളെ, NSS ദേശീയ ശ്രീ പി ഉണ്ണികൃഷ്ണൻ സാർ, അതുപോലെ തന്നെ വനിതാ യൂണിയൻ്റെ കമ്മിറ്റി അംഗങ്ങളെ, NSSൻ്റെ കോർഡിനേറ്റേഴ്സ്, കരയോഗത്തിൻ്റെയും വനിതാ സമാജത്തിൽ നിന്ന് ചേർന്ന ബഹുമാനരായ ഭാരവാഹികളെ, പ്രവർത്തകർ, അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ്റെ ഏറെ നാളത്തെ ഒരാഗ്രഹമായിരുന്നു സ്വന്തമായി പുതിയൊരു മന്ദിരം നിർമ്മിച്ച് നമ്മുടെ സമുദായത്തിന് സമർപ്പിക്കേണ്ടത്. ഇന്ന് ഏതാണ്ട് നമ്മുടെ ദീർഘകാലം കൊണ്ട് ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകൻ നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ സാർ, അതുപോലെ തന്നെ നമ്മുടെ കരയോഗത്തിൻ്റെ ജയിച്ച ഒന്നാം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശശിസാറും പറഞ്ഞതുപോലെ ഇന്നത്തെ മാറിയ കാലഘട്ടത്തിൽ നമ്മുടെ ഓഫീസുകൾ കരയോഗ മന്ദിരങ്ങളായാലും താലൂക്ക് യൂണിയൻ മന്ദിരങ്ങളായാലും സമുദായ പ്രവർത്തനത്തിന് മാത്രമല്ല, സംഘടനാ പ്രവർത്തനത്തിന് മാത്രമല്ല, സമുദായത്തിൻ്റെ വിവിധ ആളുകൾ വിവിധ കാര്യങ്ങൾക്ക്, സംഘങ്ങൾക്ക്, വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സഹായത്തിന് വേണ്ടിയിട്ടുള്ള സഹായ കേന്ദ്രം കൂടിയായി മാറണം. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസായി നമുക്ക് ഈ ഓഫീസിനെ മാറ്റിയെടുക്കാം. ഈ സംരംഭം ഇവിടെ വിജയിപ്പിക്കുന്ന ഈ മന്ദിരം ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് സഹകരിച്ച ഒട്ടനവധി പ്രവർത്തനങ്ങൾ പേര് പറഞ്ഞാൽ നമുക്ക് നീണ്ടുപോകും. മിക്ക കരയോഗങ്ങളും വളരെ കൈയടിച്ചതിനെ സഹായിച്ചു. നമ്മൾ ഒരു വീടിന് 200 രൂപ എന്ന നിലയ്ക്കാണ് നമ്മുടെ 2000 ഉൾപ്പെടെ വീട് നായർ ഭവനങ്ങളിൽ താലൂക്കിലുണ്ടെങ്കിൽ ഒരു ഭവനത്തിന് 200 രൂപ എന്ന നിരക്കിൽ ഒരു കരയോഗത്തിൽ നിന്നും വാങ്ങി പല കരയോഗങ്ങളും അത് കവിഞ്ഞുമൊക്കെ സഹായങ്ങൾ നമുക്ക് ചെയ്ത് ആ എല്ലാ നല്ല വ്യക്തികൾക്കും നല്ല സഹായ സ്നേഹികളായുള്ള നമ്മുടെ പ്രവർത്തകർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ പി. കഴിഞ്ഞ 6 വർഷമായി അദ്ദേഹം ഈ അമ്പലപ്പുഴ താലൂക്ക് NSS യൂണിയൻ്റെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹം പ്രസിഡന്റായ ഉടനെയാണ് ഈ മന്ദിര നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അത് ഇന്ന് അദ്ദേഹം ആ ഒരു നീണ്ട കാലത്ത് ആഗ്രഹം, നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ ഈ മന്ദിരം സമർപ്പിക്കാനായി സാധിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആഗ്രഹത്തിൽ ബഹുമാനിക്കാൻ അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ യോഗത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം താലൂക്ക് NSS യൂണിയൻ്റെ പ്രസിഡന്റ്, ഇന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി ശക്തമായി നിന്ന് എല്ലാ താലൂക്കുകളിലും സഞ്ചരിച്ചുകൊണ്ട് സർവീസ് സൊസൈറ്റിയുടെ സന്ദേശങ്ങൾ ബഹുമാനായ നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ശ്രീ പി. സുകുമാരൻ നായരുടെ ദർശനങ്ങളും വീക്ഷണങ്ങളും നമ്മുടെ എല്ലാ സമുദായങ്ങളെ ബഹുമാനായ ഉദ്ഘാടകൻ ഇന്നത്തെ നമ്മുടെ മന്ദിരം സമർപ്പിച്ച ബഹുമാനായ ശ്രീ സംഗീത് കുമാർ അവർക്ക് ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനായ നമ്മുടെ കരയോഗത്തിൻ്റെ രക്ഷ നമുക്ക് അറിയാം, വളരെ വർഷങ്ങളായി സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇന്ന് NSSൻ്റെ കരയോഗം ദേശ എന്ന് പറയുന്ന പദവിയിൽ വളരെ ഏറെ പ്രാധാന്യമുള്ള പദവിയിൽ എത്തിപ്പെട്ട നമ്മുടെ ബഹുമാനായ ശ്രീ ശശിധരൻ സാറ്, അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ മന്ദിരത്തിലെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തതും അതുപോലെ തന്നെ ഇന്നത്തെ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചത്. അദ്ദേഹത്തെ ഏറെ ആനന്ദപൂർവ്വം യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനായ ഇന്നത്തെ നമ്മുടെ മറ്റൊരു അതിഥി ഇന്നത്തെ യോഗത്തിൽ നമുക്ക് എത്തിച്ചേർന്ന് ബഹുമാനായ നായർ സർവീസ് സൊസൈറ്റിയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ പി. ഉണ്ണികൃഷ്ണൻ സാറിന് യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടെന്നും ബഹുമാനായ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇന്നത്തെ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഡോക്ടർ ഡി. ഗംഗാധരൻ സാർ, അദ്ദേഹത്തിന് യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിയൻ്റെ കമ്മിറ്റിയിൽ ഏറെ ദിവസങ്ങളായി ഈ മന്ദിര നിർമ്മാണത്തിനും അതിൻ്റെ ഉദ്ഘാടനത്തിനും വേണ്ടി ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനു വേണ്ടി വളരെയധികം പ്രവർത്തിച്ച നമ്മുടെ എല്ലാ ഭരണസമിതി
ഭരണസമിതി അംഗങ്ങൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രതിനിധിസഭാംഗങ്ങൾ, താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗങ്ങൾക്കൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ വ്യക്തികളാണ്. അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താലൂക്ക് വനിതാ യൂണിയന്റെ പ്രസിഡന്റ് ഇന്നത്തെ ഈ സമ്മേളനം ഇന്നത്തെ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെയേറെ പ്രയത്നിച്ച ഇന്നത്തെ ആശംസ പ്രാസംഗിക ശ്രീമതി ഡോക്ടർ PM രമാദേവി അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇന്ന് സെക്രട്ടറി അടക്കമുള്ള വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി ഖജാൻജി അടക്കമുള്ള വനിതാ യൂണിയന്റെ എല്ലാ പ്രവർത്തകർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലെ കോർഡിനേറ്റേഴ്സ് ഈ പരിപാടികൾക്ക് ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓഫീസ് സ്റ്റാഫ് ശ്രീമതി ശോഭ ടീച്ചർ, ശ്രീമതി രാജശ്രീ, അതുപോലെ തന്നെ വേണുഗോപാലക്കുറുപ്പ്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് നിങ്ങളുടെ ഒരു സ്വപ്ന സാഫല്യം, നമ്മുടെ എല്ലാ സ്വപ്ന സാഫല്യം ഇന്നത്തെ ഈ പരിപാടി വിജയിപ്പിക്കുന്ന നമ്മുടെ ഈ മന്ദിരം നിർമ്മിച്ച് ഇത് സമർപ്പിക്കുമ്പോൾ ഏറ്റവും അധികം അഭിമാനിക്കേണ്ടത് ഈ താലൂക്ക് യൂണിയൻ സമുദായ പ്രവർത്തകരാണ്, കരിവക വനിതാ സമുദായ പ്രവർത്തകരാണ്. അവരുടെയൊക്കെ അഗൈതവമായ സഹായമില്ലെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു മന്ദിരം നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. ഈ മന്ദിരം സമർപ്പിക്കുന്നതിന് വേണ്ടി വളരെയേറെ ധനസഹായം നൽകി, അതുപോലെ തന്നെ വളരെയേറെ ആഗ്രഹിച്ച് നമുക്ക് വേണ്ട പ്രോത്സാഹനം നൽകിയ എല്ലാ കരിവക വനിതാ സമാജ സ്വയം സഹായ സംഘ പ്രവർത്തകർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, എല്ലാ സമുദായ സ്ത്രീകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇതിനുവേണ്ടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാ അഭ്യർത്ഥികാംക്ഷികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്. യോഗ നടപടികൾ അവസാനിക്കുന്നു. ഇനി ദേശീയ ഗാനം. Jai